പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടി ചെയ്യാനിരിക്കുന്നവരും ചെയ്തവരും എപ്പോഴും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഉടമ്പടി കൃപയിൽ നിലനിൽക്കാൻ ആവശ്യമായ ഉടമ്പടി അനുഗ്രഹം പ്രാപിക്കാൻ സഹായിക്കുന്ന ഒരു എക്സർസൈസാണ് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. കൃപാസനം ഇന്നലെ മുതൽ 24 hours സാക്ഷ്യം ചാനലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഏത് സമയത്തും കൃപാസനം ചാനലിലേക്ക് വന്നാൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കാം. അത് കൂടുതൽ ഉദ്ദേശിക്കുന്നത് കൃപാസന ഹോസ്പിറ്റൽ മിഷൻ 2011 ആരംഭിച്ചപ്പോൾ കൃപാസനം പത്രം എല്ലാ ഹോസ്പിറ്റലിലും എത്തിക്കുക എന്നുള്ളൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ദേശം യേശുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയാണ്. ഇപ്പോഴീ 24 hours സാക്ഷ്യം ചാനലിലൂടെയും ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. ആശുപത്രികളിൽ രോഗമായിട്ട് മല്ലടിക്കുന്നവരെ, മരുന്നും വൈദ്യശാസ്ത്രവും കൈവിട്ടവരെ, കുടുംബം നിങ്ങളോട് തന്നെ ഒരു വ്യക്തിപരമായിട്ട് നിങ്ങളെ തന്നെ കൈവിട്ടവരെ, ഒരു ഗ്രിപ്പ് ഓരോരുത്തരുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഇരിക്കുന്നവർക്കെല്ലാം ദൈവമാണ് നിങ്ങളുടെ ഉറച്ച പാറ. നിങ്ങൾക്ക് ദൈവത്തിൽ ഏത് വിഷയമായാലും ദൈവത്തെ റിലൈസ് ചെയ്യാൻ കഴിയും. അതുള്ളതിൻ്റെ നിങ്ങളുടെ വിശ്വാസ ലെവല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ 24 hours സാക്ഷ്യം തുടങ്ങിയിരിക്കുന്നത്. രാത്രി 1 മണിക്ക് നിങ്ങൾ നോക്കിയാലും കൃപാസനം ചാനലിൽ നിന്ന് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. കാര്യം ഇന്നലെ രാത്രി 1900 പേരാണ് സാക്ഷ്യം കേട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മാത്രം ഇന്നലെ 6 മണി തൊട്ട് ഇന്ന് രാവിലെ 6 മണി വരെ 1900 പേര് സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് രാത്രിയും ജനങ്ങൾ ഉണർന്നിരിക്കുന്നുവെന്നതിൻ്റെ സൂചന. പകലും ഇതുപോലെ തന്നെ മനസ്സ് വിഷമം വരുമ്പോൾ, ഇപ്പം ഒരു വരുമാന മാർഗം മുട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത വഴികളിൽ ഒരു ബ്ലോക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്ത ഒരവസ്ഥ വന്നു, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറിച്ചൊരു ഡിപ്രീഷിയേഷൻ വന്നു. ഞാൻ പ്രാർത്ഥിച്ചാൽ ഒന്നും കേൾക്കത്തില്ല, പട്ടി ചെന്നാറുണ്ട്, പടിവാതിൽ തുറക്കുന്നു എന്നൊക്കെ സ്വയം പീഡിതമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റിലൂടെ നിങ്ങൾ ഉൾവലിഞ്ഞ് പോകുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്തൊക്കെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വിശ്വാസത്തിന് മാത്രമേ കഴിയൂ. വിശ്വാസത്തിന് മാത്രം കഴിഞ്ഞാൽ ഒരു ഉപദേശം കൊണ്ടൊന്നും കഴിയത്തില്ല, പക്ഷേ അനുഭവങ്ങൾ കൊണ്ട് കഴിയും. ഓരോ മനുഷ്യരുടെ അനുഭവങ്ങൾ, അവരെങ്ങനെയാണ് ഈ വലിയ പ്രതിസന്ധികളിലെ ദൈവത്തെ അനുഭവിച്ചത്, അതിനെങ്ങനെയാണ് അവർ ഉടമ്പടി അവരെ പ്രൊമോട്ട് ചെയ്തത്. കാര്യം ഉടമ്പടി ഒരു പക്ക പ്രോജക്റ്റ് പ്രെയറാണ്. ഞാൻ ഗൈഡഡ് മിസൈൽ, പ്രോഗ്രാംഡ് മിസൈൽ എന്നൊക്കെ പറഞ്ഞതുപോലെ അതിൻ്റെ ബൈബിൾ അനുധാരികൾ ഉപയോഗിച്ചുകൊണ്ട് ഫോർമുലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാംഡാണ്. അത് ഒരു മിസൈൽ ആ പാലത്തിൻ്റെ ഓരോ ബീംസൊക്കെ വെച്ചുകൊണ്ട് നമ്മളതിൻ്റെ മിസൈലിൻ്റെ ദൂരവും പാലത്തിൻ്റെ അകലവും ഒക്കെ എല്ലാം വെച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ ഗൈഡഡ് മിസൈൽ നേരെ പോയി ആ ബീംസിൽ ആ പർട്ടിക്കുലർ ടൈമിൽ പതിക്കും. അത്രയും ടെക്നിക്കലായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രെയറാണ് ഉടമ്പടി. കാര്യം ഇത് മുഴുവനും ബിബ്ലിക്കലാണ്. ദൈവപിതാവ് മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ 4000 കൊല്ലങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള, അതാത് കാലങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേകമായ സ്വർഗീയ പദ്ധതിയുടെ ഈ കാലങ്ങളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ടാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്നുള്ള ചെയ്വനകളിലൂടെയാണ് ഇത് പ്രവർത്തിച്ചു പോകുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ആ പറയുന്ന വചനങ്ങളോട് നമുക്ക് വിശ്വാസം ഉണ്ടാകണം. കർത്താവിൻ്റെ വചനങ്ങളോട് വിശ്വാസം ഉണ്ടാകണം. പിന്നെ വചനം എന്ന് പറയുമ്പോൾ ഒരേ സമയം തന്നെ 2 ഇഫക്റ്റാണ് വചനത്തിന് വരേണ്ടത്. ഒന്ന്, വചനം നമ്മളെ വിശുദ്ധീകരിക്കണം. രണ്ടാമത്, വചനം നമ്മളെ ശക്തീകരിക്കണം.
പക്ഷെ ആദ്യം ഉള്ള പ്രോജക്റ്റ് വചനം വരുന്നത് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധി ഉള്ളവരായിരിക്കുന്നു. ഞാൻ എല്ലാ ഉടമ്പടി ധ്യാനത്തിനും ബേസിക്കായിട്ട് പറയുന്ന കാര്യങ്ങളാണത്. നേറ്റ് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. പല രാജ്യങ്ങളും ചില വേദപുസ്തകങ്ങളുടെ ഭാഗങ്ങൾ എടുത്തു കളയണമെന്ന് ആഗ്രഹിക്കുന്നവരാ. 16 ചാപ്റ്റേഴ്സ് എടുത്ത് കളയണമെന്ന് പറഞ്ഞൊരു പ്രത്യേക പുസ്തകത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താ കാര്യം വെച്ചാൽ ആ വചനങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യന് അശുദ്ധി ഉണ്ടാകും. അതുകൊണ്ടാണ് ആ വചനങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യന് അശുദ്ധി ഉണ്ടാകണ കൊണ്ടാണ് മനുഷ്യനെ അശുദ്ധിയിലേക്കോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നീക്കുന്ന അങ്ങനെയുള്ള വചനങ്ങൾ എടുത്തു കളയാൻ പറയും. പക്ഷേ ലോകത്ത് ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലും 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ആയിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ ഓ ദിവ്യകാരുണ്യമേ എന്നെ വിശുദ്ധീകരിക്കുന്ന അങ്ങയുടെ വചനങ്ങൾക്ക് ജീവിതം കൊണ്ട് സമർപ്പിതരാകാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ വചനം കേൾക്കുന്ന മാത്രയിൽ പാപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. അതാണ് എൻ്റെ വിഷയം. അതായത് ശക്തീകരണം രണ്ടാമത്തെ പകുതിയാണ്. ആദ്യത്തെ പകുതിയിൽ വരണത് ഈ ഉടമ്പടി തുടങ്ങണത് തന്നെ ഉടമ്പടിയുടെ ആദ്യ ഭാഗം എനിക്കല്ല വെളിപ്പെടുത്തിയത്, വിജയകുമാർ സാറിനാണ്. 48 കൊന്ത ഞങ്ങൾ ജപമാല ചൊല്ലി നിൽക്കണം. 48ാമത്തെ കൊന്ത നാട്ടിൽ വരുമ്പോൾ 90 കൊന്ത തികയണം. അതാണ് ഞങ്ങളുടെ കണക്ക് എപ്പോഴും. അപ്പം 48ാമത്തെ കൊന്തയും ചൊല്ലി മലയാളം പള്ളിയിൽ നിന്ന് കുർബാനയും കൂടി ബാഗും എടുത്ത് ഓളെ വെച്ച് പോകുമ്പോൾ ആ സമയത്ത് മലയാളം പള്ളിയിൽ നിന്നാണ് ഈ 10:25 അദ്ദേഹം പറയണത് എഗ്രിമെൻ്റ് എന്ന് അമ്മ പറയുന്നു എന്ന് പറഞ്ഞു. എഗ്രിമെൻറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വെയിറ്റ് എ മിനിറ്റ്, നിങ്ങൾ ബിസിനസ് മാനാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നിയത്. കരാറെന്നൊക്കെ പറയാം. ബൈബിളിൽ അങ്ങനെ ഒരു ടേം ഇല്ല. അത് വേറെ എന്തെങ്കിലും ആയിരിക്കും അമ്മ ഉദ്ദേശിച്ചത്. നിങ്ങളൊരു പേപ്പർ എടുക്കുക, ഒരു പേന എടുക്കുക, അവിടെ ഇരുന്ന് കൊന്ത ചെല്ലുക, ബാക്കി അമ്മ പറയണ എഴുതുക. ഞാൻ കിഴക്കോട്ട് നടന്ന് വ്യഗ്രമാതാവിൻ്റെ ആൾത്താരെ പോയി കൈവിരിച്ച് പിടിച്ചുകൊണ്ട് 4 കൊന്ത ചെല്ലി. 4 കൊന്ത ചെല്ലിയപ്പോൾ കുറേ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ എനിക്ക് തന്ന് അതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. തിരിച്ച് വിജയകുമാരൻ്റെ അടുത്ത് വരുമ്പോൾ വിജയകുമാരൻ്റെ കയ്യിൽ ഇരിക്കുന്ന പേപ്പറെ കുറേ പാപങ്ങൾ എഴുതിയിട്ടിരിക്കുകയാണ്. പാപങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അനുഗ്രഹങ്ങൾ, അദ്ദേഹത്തിന് കിട്ടിയത് പാപങ്ങൾ. ഞാൻ പറഞ്ഞ് ഇതാണ് എഗ്രിമെൻ്റ് എന്ന് നിങ്ങൾ പറയണത്. ഇത് ഉടമ്പടിയാണ്, ഇതൊരു വചനമാണ്. എന്നുവെച്ചാൽ ഇത് ഐസിയായുടെ വചനമാണെന്ന് ഉടനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. കാര്യം എന്താണ്? അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ 1:18 അപ്പോൾ അത് ബയലാറ്ററായിട്ടുള്ളൊരു ഉടമ്പടിയാണ്. അനുദപിച്ചാൽ നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിക്കണം. ഉടമ്പടി വന്നൊരു വഴിയുണ്ട്, അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് അനുതാപമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ദൈവമായിട്ട് നമ്മൾ ഒരു ഉടമ്പടി ചെയ്യുന്നാൽ ദൈവം നമുക്ക് തരുന്ന ഒരു വാഗ്ദാനമാണ്. എന്താണ്? അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നതിനെക്കുറിച്ച് എനിക്കന്ന് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് അമ്മ മധ്യസ്ഥം വഹിച്ച് അനുഗ്രഹത്തിൻ്റെ ഒരു രീതി പറഞ്ഞത്. അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സാണ്, കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഈ ഫിസിക്കൽ ഫേവേഴ്സ് നമുക്ക് വേണം. നമുക്ക് വീട് വേണം, വിവാഹം വെക്കണം, കുഞ്ഞുങ്ങൾ വേണം, അല്ലേ? അപ്പോൾ ഈ ഇതൊക്കെ വേണം. ഇതെല്ലാം ഫിസിക്കൽ ഫേവേഴ്സാണ്. ഇത് അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ അനുഗ്രഹം ലഭിക്കാനുള്ള മാർഗം എന്താണ്? അനുദപിച്ചാൽ നിങ്ങളെ അനുഗ്രഹം പ്രാപിക്കും. അത് ഞാൻ നാട്ടിൽ വന്നുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിലായി ഇത് വലിയൊരു സംഭവമാണ്. അമ്മ ഒരു വലിയ സ്വർഗീയ പദ്ധതിയുടെ ഒരു വാതിലാണ് ഓപ്പൺ ചെയ്തിരിക്കണമെന്ന്. ഞാൻ 3 ദിവസമാണ് തൈക്കാട്ടുശ്ശേരി പോയിരുന്നും ഈ കലവൂരിരുന്നും ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചത്. 3 ദിവസം കൊണ്ട് ഞാൻ ഉടമ്പടി ബുക്ക് എഴുതി.
ഉടമ്പടി എന്നും പറഞ്ഞൊരു ബുക്ക് എഴുതി. അതിൻ്റെ ആദ്യത്തെ ലീഫ്ലെറ്റ് എഴുതണം. ഇപ്പോഴത്തെ പുസ്തകത്തിന് 30 പേജുണ്ട്. ആദ്യത്തേന് 10, 27, 25 പേജേ ഉണ്ടായിരുന്നുള്ളൂ. ടെക്സ്റ്റ് ബുക്കിന് 270 പേജാണിപ്പോൾ ഉടനെ ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിന്. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അതിനോട് ബന്ധപ്പെട്ട വചനങ്ങൾ തരാൻ തുടങ്ങി. എന്താണ്? ജോഷുവ ജനങ്ങളോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ ആ തിരുവചനം 5-ാം അധ്യായത്തിൻ്റെ തിരുവചനങ്ങളും നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതായിരുന്നു 2-ാമത്തെ വചനം ഉടമ്പടിക്ക് കിട്ടിയത്. അതും പശ്ചാത്താപവുമായിട്ട് ബന്ധപ്പെട്ട വചനമാണ്. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഇത് ഈ 72 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഓരോ മണിക്കൂറിനും വചനങ്ങൾ നൽകി അതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്ന സമയത്താണ് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. ഉടനെ അടുത്ത വരി എന്ന് പറയുന്നത് ജോഷുവയുടെ കാലത്താണ് നാളെയായിട്ട് വരണത്. കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അത് ഇന്നായി മാറി എന്ന് പറഞ്ഞു. ഇതൊന്നും ഞാൻ പഠിച്ച കാര്യങ്ങളല്ല, എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേനയുടെ അകത്തുകൂടി വരണ വചനങ്ങളാണ്. ഈ ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേനയുടെ ഉള്ളിൽ കൂടി വരണ വചനങ്ങളാണ്. അങ്ങനെ കൂടെ അറിയാതെ ഇങ്ങനെ എഴുതിപ്പോവും. എന്താണ്? ജോഷുവയുടെ കാലം എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്യാതിരുന്ന കാലമാണ്, പഴയ നിയമകാലമാണ്. പുതിയ നിയമകാലത്ത് കർത്താവ് പരിഹാരം ചെയ്തപ്പോൾ അത് നാളെ എന്നുള്ളത് ഇന്നായി മാറിയെന്ന് പറഞ്ഞ്. എന്ന് വെച്ചാൽ കള്ളനോട് കർത്താവ് എന്താ പറയണത്? ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കുമെന്നാണ്. അപ്പോഴേ ഉയർപ്പ് പോലും സംഭവിച്ചത് ഒരു ടൈം ബേസ്മെൻറ്റാണ് പറയുകയാണെങ്കിൽ, ടെമ്പറലായിട്ട് പറയുകയാണെങ്കിൽ ആ കുരിശിൻ്റെ ഓൺ ടൈമിൽ തന്നെ ഉയർപ്പ് സംഭവിക്കുന്നുണ്ട്. ശരിക്കും മരണത്തിൻ്റെ അവിടെ നമുക്ക് അനുഭവവേദ്യമാകുന്നതാണ് താമസിച്ച് വരണത്. അത് തിരുവെഴുത്തുകൾ പ്രതിയാണത് അനുഭവവേദ്യമാകണത്. അതെപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാറിലെ ഈശോ കുരിശിൽ കിടന്നതിന് ആ ഈശോ ഇങ്ങനെ കുരിശിൽ പീഡ അനുഭവിച്ച്, അതുപോലെ തന്നെ ഈശോ അതായത് ഈശോൻ്റെ പീഡാനുഭവത്തിൻ്റെ ഉള്ളിൽ പ്രാകൃതമായ ചോരരൂപം കാണിച്ചതിന് ശേഷം സെക്കൻഡുകൾക്കുള്ളിൽ ഈശോ മറിഞ്ഞു വരുമ്പോൾ ഉയർത്തുന്നതിൻ്റെ ഈശോനെ കാണും. അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് ഇതിനൊരു ടൈം എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ പറയും ഇന്ന് എന്ന് പറയണത്. കൃപാസനത്തിലെ അമ്മ സമയത്തിൻ്റെ അമ്മയാണ്. അപ്പം നീ ഉടമ്പടി ചെയ്യുമ്പോൾ ആ സെക്കൻഡ് തന്നെ നിൻ്റെ അനുഗ്രഹം രൂപപ്പെട്ട് വരികയാണ്. നാളെ അല്ല, ഇന്നല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബോധം ഉടമ്പടി ചെയ്യുന്നവർക്കുണ്ടാകണം. അതായത് ഇന്ന് കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്തപ്പോഴാണ് സമയം നാളെ എന്നുള്ളത് ഇന്നാകണത്. നിങ്ങളുടെ പാപം കുറയുന്നതനുസരിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ സമയം അടുത്തടുത്ത് വരും. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്യുമ്പോൾ ജോഷുവയുടെ കാലത്ത് പശ്ചാത്തപിച്ചാൽ നാളെയാണ് അനുഗ്രഹം. നാളെ എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. അത് 40 ദിവസം കഴിഞ്ഞാകാം, അല്ലെങ്കിൽ 4 കൊല്ലം കഴിഞ്ഞാകാം, എന്തുമാകാം. പക്ഷേ ഇന്നെന്ന് പറയണത് വിഷയം നേരെ മാറും. ഇപ്പോൾ നാളെ ഏത് സമയത്തും ആകാം. പക്ഷേ ഇന്നെന്ന് പറയുമ്പോൾ സമയച്ചുരുക്കം പ്രാപിക്കുകയും. നിങ്ങളുടെ അനുഗ്രഹത്തിന് സമയച്ചുരുക്കം പ്രാപിക്കണത് എങ്ങനെയാണ്? ഇപ്പം നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കണില്ല, മക്കളുണ്ടാകണില്ല എന്ന് പറഞ്ഞാൽ ഇതിന് സമയച്ചുരുക്കം പ്രാപിക്കണത് എങ്ങനെയാണ്? പശ്ചാത്തപിക്കുമ്പോഴാണ് സമയച്ചുരുക്കം ഉണ്ടാകുന്നത്. ഇതെല്ലാം പശ്ചാത്താപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. ജോഷുവ പറഞ്ഞു നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ആ നല്ല കള്ളനെന്ന് പറയുന്ന കക്ഷി പശ്ചാത്തപിച്ചപ്പോൾ എന്നാ പറ്റിയാണ്? ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. പശ്ചാത്താപമാണ് ഈ സമയച്ചുരുക്കം ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ ഈ സമയം ഇങ്ങനെ ലാഗ് ചെയ്ത് കിടക്കും. സമയഘടികാരവുമായി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ സമയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നതാണ് റിപ്പന്റ്, ദ ടൈം ഇസ് അറ്റ് ഹാൻഡ് എന്ന് പറയണതാണ്. നിങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പശ്ചാത്തപിക്കുക. സമയത്തിലാണ് പശ്ചാത്താപം ഇരിക്കുന്നത്. ആ
അമ്മ സമയഘടികാരവുമായി പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പശ്ചാത്തപിച്ചാൽ സമയത്തെ സ്വാധീനിക്കാൻ പറ്റും. പശ്ചാത്താപവും സമയ സ്വാധീനവും. കൃപാസനത്തിൽ ജീവനോടെ സമയഘടികാരം നെഞ്ചിലേറ്റി പ്രത്യക്ഷപ്പെട്ട അമ്മ സമയത്തിൻ്റെ മാതാവാണെങ്കിൽ ആ സമയത്തിൻ്റെ ഒരർത്ഥം മനുഷ്യരാശിയോട് പശ്ചാത്തപിക്കാൻ പറഞ്ഞതാണ്. ഇങ്ങനെയാണ് ഫാത്തിമയിലെ പ്രത്യക്ഷീകരണവും കൃപാസനം പ്രത്യക്ഷീകരണവും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. രണ്ടും പശ്ചാത്താപത്തെക്കുറിച്ച് പറഞ്ഞതാണ്. രണ്ടും പശ്ചാത്താപത്തെക്കുറിച്ചാണ്. അമ്മ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ പ്രാർത്ഥന പശ്ചാത്താപമാണ് മുഖ്യ വിഷയങ്ങളെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, പശ്ചാത്തപിക്കുക, പ്രാർത്ഥിക്കുക. മരിയം പ്രത്യക്ഷ അപ്പാരിഷൻസിനെ കുറിച്ച് മുരിങ്ങൂർ ധ്യാനകേന്ദ്രം ഇപ്പോൾ നന്മ നിറഞ്ഞ മറിയം എന്ന് പറഞ്ഞുള്ള വലിയ ഒരു സീരിയൽ ആരംഭിക്കാൻ പോവുകയാണ്. ഞാനാണത് കൃപാസനത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ ഞാനാണ് ആ പ്രോഗ്രാം ചെയ്യണത്. അപ്പോൾ എനിക്ക് ഞാനും ജോമോളും ഒരുമിച്ച് ഇരുന്ന് പഠിച്ച് ഓരോ അപ്പാരിഷൻ നോക്കി വന്നപ്പോൾ എല്ലാ അപ്പാരിഷൻസും ഞങ്ങൾ 22 അപ്പാരിഷൻസ് എടുത്ത് 22 അപ്പാരിഷൻസിനും പറയുന്ന മെയിൻ സംഭവം എന്താ? അമ്മയുടെ പ്രത്യക്ഷീകരണം പറഞ്ഞത് എന്താ? ഒന്ന് പശ്ചാത്തപിക്കുക, രണ്ടാമത്തത് എന്താ പറയണത്? പ്രാർത്ഥിക്കുക. അതുതന്നെയാണിത്. സമയം പശ്ചാത്തപിക്കുക, ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കുക. ഈ ദുരന്തങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടാനുള്ള സംഭവം പശ്ചാത്താപം തന്നെയാണ്. അമ്മയുടെ ദുരന്തം അനൗൺസ് ചെയ്തതിന് ശേഷം ഉണ്ടായതാണ് സുനാമി, അതിനുശേഷം ഉണ്ടായാണ് ചിക്കൻ ഗുനിയ, അതിനുശേഷം ഉണ്ടായിരുന്ന നിപ്പ വൈറസ്, അതിനുശേഷം ഉണ്ടായിരുന്ന കോവിഡ്, അതിനുശേഷം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രളയം. ഈ നിരന്തര പ്രളയത്തിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പശ്ചാത്താപമാണ്. പക്ഷേ പശ്ചാത്താപം ആര് പശ്ചാത്തപിക്കുന്നോ ആ വ്യക്തിക്കാണ് അതിൻ്റെ അനുഗ്രഹമായിട്ട് വരണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ പശ്ചാത്താപത്തിലൂടെ സമയച്ചുരുക്കം ഉണ്ടാക്കുവാനും പശ്ചാത്താപത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങൾക്ക് ഉൾക്കാഴ്ചകൾ നൽകണമേ. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രശ്നമില്ലാത്ത ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു കാലമോ ഒരിക്കലും ഉണ്ടാകത്തില്ല. അതോ ഉണ്ടായാൽ തന്നെ അത് ദൈവം ഉദ്ദേശിക്കുന്നത് എന്തുമാത്രം മാക്സിമം ഈ കാലത്ത് പ്രാർത്ഥിക്കാൻ പറ്റും. അല്ലാതെ വേറെ ഒരു ഉദ്ദേശമില്ല. നിങ്ങളെ കൊത്തു നോവിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വേദനപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ കടത്തിൽ വരയ്ക്കാനോ ഒരു കാര്യം. ദൈവം ഒരു സാഡിസ്റ്റ് അല്ല. പിന്നെ നമ്മളെ സഭാപ്രസംഗിയൊക്കെ പറയുന്ന പോലെ 7:29 പറയത്തില്ല, ദൈവം മനുഷ്യനെ സരള ഹൃദയനായിട്ട് സൃഷ്ടിച്ചു, അവൻ്റെ സങ്കീർണമായ പ്രശ്നം അവൻ്റെ തന്നെ സൃഷ്ടിയാണെന്ന് പറയും. അപ്പോൾ സെൽഫ് ക്രിയേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടാകും. അതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഈഗോ ആയിരിക്കും, വേറെ ഒന്നുമില്ല. മനുഷ്യന് സെൽഫ് ക്രിയേറ്റഡ് നമ്മുടെ കൊണ്ടാകുന്ന പ്രശ്നങ്ങളിലെ ഒരു 70% സെൽഫ് ക്രിയേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് എല്ലാം. അതിൻ്റെ പിന്നിലുള്ള സത്യങ്ങളെല്ലാം ഈഗോ ആയിരിക്കും. ഇത് ഈഗോയുടെ പ്രതിവിധി എന്ന് പറയുന്നത് എപ്പോഴും എളിമപ്പെടലാണ്. എളിമപ്പെടൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഉടമ്പടി എളിമയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. നമ്മൾ എളിമപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ അനുഗ്രഹം പെട്ടെന്നാകും. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാ മക്കൾക്കും സ്വയം വിനയപ്പെടാനുള്ള എളിമപ്പെടാനുള്ള അനുഗ്രഹം നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ച് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ദൈവകൃപയ്ക്ക് പാത്രീഭൂതരാകുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഈ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ദൈവത്തെ കൂടാതെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്. ഇതിനാണ് അഹങ്കാരമെന്ന് ബൈബിൾ പറയണത്. ദൈവത്തെ കൂടാതെ ചെയ്യാൻ കഴിയും. കർത്താവ് ഈ വിഷയത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് ഇതാണ്: എന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ
മനുഷ്യന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ദൈവത്തെ കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. എനിക്ക് ബുദ്ധിയുണ്ട്, ഞാൻ ആ ബുദ്ധി റിലേ ചെയ്യും. എനിക്ക് മസിലുണ്ട്, ഞാൻ ആ മസിൽ റിലേ ചെയ്യും. എനിക്ക് മണി പവറുണ്ട്, എനിക്ക് പാർട്ടിയുണ്ട്, എനിക്ക് പൊന്നുണ്ട്, എനിക്ക് പറമ്പുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുള്ള കാരണം അതിൽ ഞാൻ റിലേ ചെയ്യും. അവിടെയാണ് വിഷയം വരണത്. ഇങ്ങനെയാണ് സെൽഫ് ക്രിയേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതായത് എൻ്റെ മക്കളെ ഞാൻ എപ്പോഴും ഇടയ്ക്ക് പറയാറുണ്ട്, അതായത് നമ്മൾക്ക് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ വലുതാണ് ദൈവമെന്ന് നീ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവവിശ്വാസിയായിട്ട് തുടരാൻ പറ്റത്തില്ല. ഇതെല്ലാം നമുക്കുണ്ടാകും. അതായത് ഈ പൊന്ന്, പണം, പറമ്പ്, പാർട്ടി, അങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് ഭൗതിക സ്വാധീന വിഷയങ്ങളില്ലേ. ഈ വിഷയങ്ങളിൽ നീ അത് എനിക്ക് അവരുണ്ട് പറയാൻ. മെഡിക്കൽ കോളേജ് വന്നാൽ എൻ്റെ ഡോക്ടർ, എൻ്റെ അനന്തരവൻ തന്നെയാണ് അവിടുത്തെ സൂപ്രണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയല്ലേ. എനിക്ക് പോകാൻ ആരെയും റിലേ ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് കാർ കിടപ്പുണ്ട്, ഡ്രൈവർ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഡ്രൈവർ ഉണ്ടാകാൻ കാറും ഉണ്ടാകാം. മത്തായിച്ചേട്ടൻ്റെ ഡ്രൈവറിൻ്റെ ഇപ്പം എന്താ പ്രശ്നം? മത്തായിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങേർക്ക് ഡ്രൈവറുണ്ട്, അങ്ങേർക്ക് കാറ് പൊട്ടിക്കോരി കിടക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അദ്ദേഹത്തിൻ്റെ മരുമകനാണ്. അത് മത്തായിച്ചേട്ടൻ്റെ ഒരു അവസ്ഥയാണ്. പക്ഷേ തോമസ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജിൽ ആരും അയാൾക്ക് സ്വാധീനമില്ല. മെഡിക്കൽ കോളേജിൽ ആരും അയാൾക്ക് സ്വാധീനമില്ല. അയാൾക്ക് ഒരു ഓട്ടോറിക്ഷയിൽ കയറിപ്പോകാനുള്ള കാശ് പോലും കയ്യിലില്ല. പക്ഷെ തോമസ് കുട്ടി രക്ഷപ്പെടും, മത്തായിച്ചേട്ടൻ മരിച്ചു പോകും. എന്താ കാര്യം? അവിടെ പ്രശ്നം. പോണ വഴിക്ക് മത്തായിച്ചേട്ടൻ കഞ്ഞു പോകും, സ്വന്തം കാറിലിരുന്നുകൊണ്ട് കഞ്ഞു പോകും. തോമസ് കുട്ടി കണ്ടവൻ്റെ ഓട്ടോറിക്ഷയിൽ കൈ കാണിച്ച് കാശ് കൊടുക്കാനില്ല, കയറിപ്പോവും. അവൻ ദൈവത്തിൽ ഞാൻ റിലേ ചെയ്യണത്. മത്തായിച്ചേട്ടൻ പറയണത് മെഡിക്കൽ കോളേജിലുള്ള സൂപ്രണ്ട് എൻ്റെ മരുമകനാണെന്നാണ് പറയണത്. ഇതാണ് ഈ വ്യത്യാസം വരണത്. ഇതെല്ലാ വിഷയത്തിലും ഇത് ഏറെക്കുറെ ഈ ഫോർമുല വർക്കൗട്ട് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കണം, എന്ത് കഴിവുണ്ടായാലും ദൈവ തിരുസന്നിധി വരുമ്പോൾ അതിനെ സീറോയാക്കി മാറ്റണം. എന്ത് കഴിവുണ്ടായാലും എന്ത് സ്വാധീനം ഉണ്ടായാലും എനിക്കാരുമില്ല എന്നുള്ള സീറോ ഫോർമാറ്റിലാണ് നമുക്കെപ്പോഴും നമ്മുടെ പ്രവർത്തന പദ്ധതി വർക്കൗട്ട് ചെയ്യാൻ നല്ലത്. ഇപ്പം നമ്മൾ ടെർമോമീറ്റർ ഇല്ലേ, ടെർമോമീറ്റർ വായിലോട്ട് കുത്തി കയറ്റുമ്പോൾ എന്താ ചെയ്യണത്? ഡോക്ടർമാർ, നേഴ്സുമാർ ഒന്ന് കുടഞ്ഞിട്ട് സീറോ ആക്കി കളയും. എന്നിട്ടാണ് ഈ പർട്ടിക്കുലർ രോഗിയുടെ കക്ഷത്ത് വായിലോ കൊണ്ട് വെക്കണത്. അവിടുന്ന് പിന്നെ അത് കൗണ്ട് ചെയ്ത് വരണത്. ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ ഒരു രസമുണ്ടായി. ഒരുത്തന് 110 ഡിഗ്രി പനി, മറ്റേ ആൾക്ക് 108, താഴെ ഉള്ളത് 107. എല്ലാം കൂടി രാത്രി കാറിക്കൂവി ചാടി പുറത്തിറങ്ങി പരിപ്പസന്ത പടർന്ന് പറഞ്ഞ് ഫിലോസഫി പഠിക്കുമ്പോൾ സെമിനാരിൽ ഭയങ്കര കലഹം. എന്താ പ്രശ്നം വെച്ചാൽ ഒരു ഇൻഫർമേറിയൻ ചാർജ് എടുത്തതാണ്. അവന് ടെർമോമീറ്റർ വെക്കാൻ അറിയാൻ പാടില്ല. ആദ്യത്തിൻ്റെ വായിക്കൊണ്ടേ വെച്ച് അവൻ തൂത്തേച്ച് അടുത്തതിൻ്റെ വായിക്കൊണ്ടേ വെച്ചു. അവൻ കുടയാൻ മറന്നുപോയി. അപ്പോൾ ഓരോരുത്തർ വെക്കുന്നതനുസരിച്ച് 102, 103 എന്ന് പറഞ്ഞ് സാധനം കയറിക്കൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥനയിൽ വരുന്ന ഒരു വിഷയം, ഈ സാധനം കുടഞ്ഞ് സീറോ ആക്കി കളയണം. എനിക്ക് പണമില്ല, ഉണ്ടെങ്കിൽ ഞാനത് വലിയ കാര്യമായിട്ട് കരുതണില്ല. എനിക്ക് ആരോഗ്യമില്ല, ഉണ്ടെങ്കിലും ഞാനത് കാര്യമായിട്ട് കരുതണില്ല. എനിക്ക് സ്വാധീനമില്ല, ഉണ്ടെങ്കിലും ഞാനത് കാര്യമായിട്ട് കരുതണില്ല. എൻ്റെ കർത്താവിന് തന്നെയാണ് ഒന്നാം സ്ഥാനം. അതായത് ആദ്യം തന്നെ കുടഞ്ഞ് സീറോ ആക്കി കളയണം. അതാണ് ഈ ഉടമ്പടി പോലും രക്ഷപ്പെടാനുള്ള മാർഗ്ഗം. ഇത് വിനയത്തിൻ്റെ മാർഗ്ഗമാണിത്. ആരുടെയും ആസ്തി സംഭവം നമ്മൾ തുടങ്ങരുത്, ഒന്നിൻ്റെയും ആസ്തി തുടങ്ങരുത്. നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് കർത്താവ് മാത്രമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നിയമാവർത്തനം 8:3 അനുസരിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ഈശോയെ ഞങ്ങളെ അനുഗ്രഹത്തിന്റെ വലിയ ചാലുകളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കാനായിലേക്ക് വരുമ്പോഴേ ഉടമ്പടിയുടെ സോഴ്സ് വരുന്നത് കാനായിലാണ്. അത് നമ്മൾ സമയത്തിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് വരികയാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ പശ്ചാത്തപിക്കുകയും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ജോഷുവ പറയുമ്പോൾ, ജോഷുവ 3:5 നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. ഏത് പറഞ്ഞേ? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതും സമയവും തമ്മിൽ ബന്ധമുണ്ട്. അത്ഭുതം പ്രവർത്തിക്കുന്നത് സമയവും പശ്ചാത്താപവും തമ്മിൽ ബന്ധമുണ്ട്. ക്ലിയർ അല്ലേ?
അപ്പോൾ പശ്ചാത്താപമാണ് സമയത്തെ സ്വാധീനിക്കുന്നത്. വെരി വെരി ക്ലിയർ അല്ലേ? ഈ പശ്ചാത്താപം തന്നെയാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ കള്ളന് സംഭവിക്കുന്നത്. അവൻ പശ്ചാത്തപിക്കും. എന്താണ്? സത്യമായി നീ ദൈവപുത്രനാണ്, ഞാൻ ഇത് ശിക്ഷ അനുഭവിക്കേണ്ട ആളാണ്. അതാണ് അനുതാപം എന്ന് പറയണത്. അവനവൻ അനുഭവിക്കുന്ന ശിക്ഷ സ്വന്തം പാപത്തിന് പരിഹാരമായി കാഴ്ചവെക്കണം. അത് കള്ളനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കള്ളൻ്റെ സുവിശേഷമാണത്. എന്താണ്? നമ്മൾ അനുഭവിക്കുന്ന ശിക്ഷ നമ്മുടെ പാപത്തിന് പരിഹാരമായി കാഴ്ചവെക്കണം. പേടിയാണ്. ഇപ്പം നമ്മുടെ രോഗമായാലും നമ്മുടെ ക്ഷീണമായാലും നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന കലഹം ഉണ്ടാകുന്ന സങ്കടങ്ങളായാലും നമ്മൾ അനുഭവിക്കുന്ന ദുഃഖ അരിഷ്ടതകളെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കാഴ്ചവെക്കണം. അതാണ് കള്ളം പറയണ കാര്യം. അത് വലിയൊരു സുവിശേഷമാണത്. വെച്ചാൽ ഞാനിന്ന് അനുഭവിക്കണത് ഇത് നമ്മൾ ആ ഇടതുവശത്തെ കള്ളനോട് എന്താ പറയണത്? നമ്മൾ രണ്ടും അനുഭവിക്കുന്നത് നമ്മുടെ കൈയിരിപ്പ് കൊണ്ടാണ് അല്ലേ? ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കർത്താവിനെ കാണുമ്പോൾ ഒരു മനുഷ്യന് തോന്നേണ്ട അല്ലെങ്കിൽ ആദ്യ വികാരം എന്താണ്? അവൻ തെറ്റ് ചെയ്യാത്തവനാണ്. തെറ്റ് ചെയ്യാത്തവനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മേൽ ചുമത്തിയ ശിക്ഷയാണ് നമ്മൾക്ക് രക്ഷയായി മാറിയത്. അതാണ് ഐസയ്യ പറയണത്. ഐസയ്യ നമ്മൾ 53:7 പറയണത് അവൻ്റെ മേൽ ചുമത്തിയ ശിക്ഷയാണ് നമുക്ക് രക്ഷയായി മാറിയത്. അപ്പം കർത്താവിനെ കാണുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്? അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തിരുത്തവ ദൈവത്തിൻ്റെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാനാണ്. പാപമൊഴികെ നമുക്ക് സദൃശനായി അവനെ ദൈവം ലോകത്തിലേക്ക് അയച്ചതാണ്. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ക്രിസ്തുവിനെ കാണുമ്പോൾ ഈ ലോകം മുഴുവനും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ക്രിസ്തു തെറ്റുകാരനാണെന്ന് പറയുന്നത് ആരാണ്? പിശാചിന് മാത്രമാണ് അവൻ്റെ ദൈവപുത്രസ്ഥാനത്തെ വെല്ലുവിളിക്കണത്. ഇപ്പോൾ ഫിലിമിലൂടെ ആയാലും ശരി, വേറെ എന്ത് മാർഗത്തിലൂടെ ആയാലും ശരി, ക്രിസ്തുവിനെ തേജോവധം ചെയ്യാൻ വേണ്ടി പിശാച് എക്കാലങ്ങളിലും സിനിമാക്കാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമാക്കാരെയും നല്ല സാഹിത്യകാരന്മാരെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ചില റേഡിയോ ചാനലിലൊക്കെ കസാൻസാക്കിസിൻ്റെ കാര്യമൊക്കെ വന്നു. അയാളുടെ ഗ്രീക്ക് ഭാഷയെക്കുറിച്ചൊക്കെ ഭയങ്കര പുരാണമായിരുന്നു. ഈ നമ്മുടെ ഈസ്റ്റർ ടൈമിന് വെറും കള്ളത്തരവാണ്. കസാൻസാക്കിസ് ഉണ്ടാക്കിയിട്ടുള്ള കസാൻസാക്കിസ് ഒരു 3-ാം സഭ അംഗമാണ്. അതേസമയം തന്നെ ഫ്രാൻസിസ് അസീസിയുടെ വലിയ അടുപ്പക്കാരനുമാണ്. പക്ഷെ ഒരു കഥയുമില്ല. അയാളുടെ ലാസ്റ്റ് മിസ്റ്റേഷനിലൂടെ യൂറോപ്പിൻ്റെ അകത്ത് യേശുവിനെ വ്യഭിചാരിയാണ് ചിത്രീകരിക്കാനുള്ള പ്രേരണ PM ആൻ്റണിക്ക് വരെ നൽകി. നമ്മുടെ നാട്ടിലുള്ള അപ്പോൾ ഈ വലിയ വിശുദ്ധി ചമഞ്ഞ് നടക്കുന്നവരും യേശുക്രിസ്തുവിനെ ആക്രമിക്കാൻ പിശാച് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ യേശുക്രിസ്തുവിനെ ആക്രമിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിനെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു കുറ്റമുള്ളവനായിട്ട് തീർക്കണത് ഇടതുവശത്തുള്ള കള്ളനാണ്. നിനക്ക് അങ്ങനെ തന്നെ വേണം, കാര്യം നിൻ്റെ കൈയിരിപ്പ് കൊണ്ടാണെന്ന് പറയണത് ഇടതുവശത്തുള്ള കള്ളനാണ്. ഇപ്പോൾ ഇടതുവശത്തുള്ള കള്ളന്മാർ എല്ലാ കാലത്തും ഉണ്ടാകും. സിനിമക്കാരുടെ കൂട്ടത്തിലും ഉണ്ടാകും, സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിലും ഉണ്ടാകും. നമ്മൾ ഒരു സാഹിത്യ സൃഷ്ടി പോലെ അത് കാണുകയും അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവിടെ കൂടെ കൂടിക്കൊണ്ട് യേശു കുറ്റവാളിയാണെന്ന് പറയാതെ പറയുകയാണ് ചെയ്യണത്. ഇതൊക്കെ എല്ലാം സാത്താൻ്റെ ഒരു തരം നമ്മളെ തളർത്തിക്കളയണ ഒരവസ്ഥയാണ്. കാര്യം ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് മായ്ച്ചാൽ പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാകും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വലതുവശത്തുള്ള കള്ളനെ പോലെ എൻ്റെ ഹൃദയത്തിലെ അങ്ങ് ജ്വലിച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ചില സമയത്ത് ദൈവം തന്നെ നമ്മളെ എളിമപ്പെടുത്തും. അതെപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഉടമ്പടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന സംഭവമാണ്. നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യം നിങ്ങളുടെ കഷ്ടതകൾ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാ കഷ്ടതകളും വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. എല്ലാ കഷ്ടതകളിലും ഒരു വചനമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. 5:15-3 ഈ വചനങ്ങൾ കഷ്ടതയുടെ രൂപത്തിലും വചനങ്ങൾ വരും. കഷ്ടതയുടെ രൂപത്തിലും
എഴുതപ്പെട്ട വചനം പോലെ തന്നെ കഷ്ടതയുടെ രൂപത്തിലും ദൈവവചനങ്ങൾ വരും. എന്തിനാണ്? നമ്മളെ വിശുദ്ധീകരിക്കാൻ. ഈ കഷ്ടത ജീവിത മരുഭൂമി പോലെ വരും. മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? തണലൊന്നുമില്ലാത്ത മണലാരണ്യം മാത്രമുള്ള മനുഷ്യന്മാർ സഹായിക്കാനില്ലാത്ത സ്ഥലം, അതാണ് മരുഭൂമി അല്ലേ? അപ്പോൾ മരുഭൂമി നമ്മുടെ ജീവിതത്തിൽ മരുഭൂമി വരും. എന്ന് വെച്ചാൽ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ ഇന്നലെ ഈ ദിവസങ്ങളിൽ ഒരു നേഴ്സ് ഒരു രസകരമായ സാക്ഷ്യം പറഞ്ഞു. അവർ പറഞ്ഞ സാക്ഷി ഇതാണ്. അവർ നേഴ്സിംഗ് ട്യൂട്ടറാണ് കോഴിക്കോട്. അത് നല്ലവണ്ണം ഓടുന്നുണ്ട് ആ സാക്ഷ്യം. 37,000 ആയി ഇപ്പോൾ. അവരുടെ സാക്ഷ്യം, അവിടെ ഭർത്താവ് മരിച്ചുപോയി. നല്ല സാമ്പത്തികമായ കടങ്ങളാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും പ്രയാസമാണ്. അവരുടെ പല കാര്യങ്ങളും അവർ വാടകയ്ക്ക് താമസിക്കുകയാണ്. വാടക കൊടുക്കാൻ പോലും അവർക്ക് പ്രയാസം പെടുന്നവർ, കടങ്ങളുള്ള കാരണം കിട്ടുന്ന കാശൊക്കെ കടത്തിന് മാറുമ്പോൾ വാടക കൊടുക്കാൻ പ്രയാസപ്പെടുന്നു. ഇവർക്ക് ഒരു സ്ഥലമുണ്ട്, കാട്ടിൽ അരികിലാണ് സ്ഥലം. അത് ആദിവാസികളുടെ ആഭിചാര ഭൂമിയാണ്. പണ്ട് കോഴിവെട്ടൊക്കെ ഉണ്ടായിരുന്ന ആദിവാസികളുടെ ആഭിചാര ഭൂമിയാണ്. അതുകൊണ്ട് മന്ത്രതന്ത്രങ്ങളും മന്ത്രവാദങ്ങളും നടത്തിയിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്ത് ഇത് വിൽക്കാനേ പറ്റണില്ല, ആരും എടുക്കണമില്ല. അപ്പോൾ ഇവരെന്നാ ചെയ്യും? അവർ കടത്തിലുമാണ്, അവർ വാടകയ്ക്കും താമസിക്കുകയാണ്. അവരുടെ സ്ഥലം വിൽക്കാനും പറ്റണില്ല, ഒരു വീട് വാങ്ങിക്കാൻ പറ്റണില്ല. പിള്ളേരുമൊക്കെ വലുതായി വരുന്നു, ഭർത്താവ് മരിച്ചുപോയി. ഇങ്ങനെ ഒറ്റ പെണ്ണ് ജീവിതത്തോട് ഫൈറ്റ് ചെയ്ത് ജീവിക്കുക. പക്ഷെ ഫൈറ്റ് ചെയ്തിട്ട് തളരുകയാണ് ഇവർ. കാര്യം വീണ്ടും കടം കൂടുകയാണ് ഇവരുടെ. അങ്ങനെ കടം കൂടിയപ്പോൾ അവർ ഒറ്റയ്ക്ക് അവിടെ നിന്ന് വണ്ടി കയറി ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത്. കാര്യം ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ കേരളത്തിൽ നിന്നൊക്കെ മനസ്സിലാകും, ഉടമ്പടി അല്ലാതെ ഒരു പരിഹാരം ഇന്ന് ഓരോരുത്തരും കിട്ടണില്ല ശരിക്കും. കാര്യം ഇത്രയും പക്കായായിട്ട് പ്രവർത്തിക്കുന്ന ഇത്. പിന്നെ ഞാനെന്തിനാണ് ഇങ്ങനെ ക്ലാസ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടി ഉഴപ്പിച്ച് ചെയ്യുന്നവരുണ്ട് ഒത്തിരി. അതാണ് അവർക്ക് പണി കിട്ടുന്നത്. ഉടമ്പടി ഉഴപ്പിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് ഷാർപ്പ് പ്രോജക്റ്റാണ് ശരിക്കും. അപ്പോൾ ഇവർ വന്നിട്ട് ഇവർ കൃത്യമായിട്ട് സംഭവം ചെയ്യും. ഇവർ ചെയ്തിട്ട് ഇവിടെ വന്നപ്പോൾ മാതാ ഇവരോട് വേറൊരു കാര്യം പറഞ്ഞു. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ, നീ ഇത്തിരി മണ്ണെടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. കൃപാസനത്തിൻ്റെ അൽത്താറയുടെ അരികിൽ നിന്ന് ഇത്തിരി മണ്ണെടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് മണ്ണെടുത്തുകൊണ്ട് പോകുമായിരുന്നു പണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാം ടൈൽസ് ആയത് കാരണം ഞങ്ങൾ മണ്ണ് എടുക്കാൻ വേണ്ടി മാത്രം ഒരു കൊത്തളം ഉണ്ടാക്കിയിട്ട് അവിടെ ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. കാര്യം ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ ടൈൽസ് ഇട്ടിരിക്കണ കാരണം മണ്ണ് കിട്ടത്തില്ല. ഇവരെന്ത് ചെയ്ത് ഇവിടുന്ന് മണ്ണ് വടിച്ചെടുത്തുകൊണ്ട് പോയിട്ട്, കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമല്ലേ, അപ്പോൾ ആ ഒരു വിശുദ്ധി ഉണ്ടാകും. ആഭിചാര ശക്തികളോട് സർപ്പത്തിൻ്റെ തല തകർത്ത അമ്മയുടെ പ്രത്യക്ഷീകരണ ഭൂമിയിൽ നിന്ന് ഒരു മണ്ണെടുത്താൽ തീർച്ചയായിട്ടും ആഭിചാര ശക്തികളെ എതിർക്കാൻ പറ്റും എന്ന് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മ കൊടുത്ത ഒരു സംഭവമാണ്. ഈ നേഴ്സ് മണ്ണെടുത്തുകൊണ്ട് പോയി. ഇവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മകൻ്റെ കൂടെ ഡ്രൈവ് ചെയ്ത് ഈ കാട്ടിലെ ഭൂമിയിലേക്ക് പോകും. കോഴിക്കോട് നിന്ന് പോയി അവിടെ ചെന്നിട്ട് ഒറ്റക്കാണ് അവർ പോണത്. മകനുമുണ്ട്, മക്കളുമുണ്ട്. ഇത് അമ്മയും മക്കളും കൂടി കാട്ടിൻ്റെ അരികളുടെ ഭൂമിയിൽ അവർ വിൽക്കാൻ ഈ ആഭിചാര ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കും. അവിടെ മണ്ണെടുത്തിട്ട് കൃപാസനത്തിലെ മണ്ണുമായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് ഇവർ 2 തിരി കത്തിച്ച് വെക്കും. അവിടെ ഒരു നീലത്തിരി, ഉടമ്പടി ചെയ്ത ഒരു നീലത്തിരിയും ഒരു പച്ചത്തിരിയും കത്തിച്ച് വെക്കും. കത്തിച്ച് വെച്ചിട്ട് അമ്മയും മക്കളും കൂടി ഈ കാട്ടിലെ പറമ്പിൽ നിൽക്കും. മുട്ടയെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലും. കാര്യം വേറെ മാർഗ്ഗമില്ല, ജീവിക്കാൻ വേറെ മാർഗ്ഗം. ഈ പറമ്പ് വിറ്റ് മാറിയാൽ മാത്രമേ അവർക്ക് വാടക മാറ്റിയിട്ട് സ്വന്തമായിട്ട് ഭൂമി മേടിച്ച് വീട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പച്ചത്തിരിയും ഒരു നീലത്തിരി കൂടി ഉടമ്പടി തിരികളെ കത്തിച്ച് വെക്കും. കത്തിച്ച് വെച്ചിട്ട് ഈ കത്തിച്ച തിരികളുടെ നടുക്കാണ് ഈ കൃപാസനത്തിലെ മണ്ണും ആ മണ്ണും കൂടി കുഴച്ച് തിരുമിയിട്ട് നടുക്ക് വെക്കും. നടുക്ക് വെച്ചിട്ട് ഇവർ 2-3 പേരും കൂടി മുട്ടയെന്ന് വിശ്വാസ പ്രമാണം ചെല്ലും. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നിൽക്കെ ഈ തിരി 2 കൂടി കത്തി ആളി ഗോളമാകും. ഇത് തിരി 2 കൂടി കത്തി ആളി ഗോളമാകുമ്പോൾ ഇവർ നോക്കുമ്പോൾ
അമ്മ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ഇവർ കാണും. അവർ കിട്ടിയ സമയത്ത് ആ ഫോട്ടോയൊക്കെ എല്ലാം ഓഫീസിൽ കഴിഞ്ഞ ആഴ്ച കൊണ്ട് തന്നിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ രൂപം കണ്ടില്ലെന്നാണ് എനിക്കും തോന്നുന്നത് അതിൻ്റെ അകത്ത്. പക്ഷെ അവർ പറഞ്ഞത് അവർ നോക്കുമ്പോൾ അമ്മയുടെ രൂപം ഉണ്ടായിരുന്നെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സാക്ഷ്യത്തിൽ കിടപ്പുണ്ടത് അമ്മയുടെ രൂപം നിൽക്കുന്നത്. പക്ഷേ ഇതോടുകൂടി ഒരു പേടിച്ചെങ്കിലും ഈ സംഭവം നടന്നെങ്കിലും പിന്നെ ഒറ്റ ആഴ്ചക്കുള്ളിൽ ആ ഭൂമി മൊത്തം വിറ്റുമാറുകയും ചെയ്ത് അവർക്ക് പുതിയ വീടും കിട്ടി, പുതിയ ഭൂമിയും മേടിച്ച് പുതിയ വീടും കിട്ടി, വാടക ഒഴിഞ്ഞ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനാവാത്ത കുറേ സംഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഈ നേഴ്സ് രക്ഷപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സിൻ്റെ വിശ്വാസം സിമ്പിൾ ഫെയ്ത്താണ്. ഒരു ബുദ്ധിരാക്ഷസനായി ഇവിടെ വന്നെങ്കിൽ പിന്നെ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു അത് നമുക്കറിയാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇത് അച്ഛൻ പറയണമായിരിക്കും ചിലപ്പോൾ. ബുദ്ധിരാക്ഷസന്മാർക്ക് പറയുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തലച്ചോറ് നാളെ കാലങ്ങൾ അറക്കപ്പൊടിയായിട്ട് മാറും. വേറെ ഒന്നും ഇതുകൊണ്ട് പ്രയോജനമില്ലാതെ അവർ ഈ ഉപ്പിരിക്കണ ഉടയണ പോലെ ഒടിഞ്ഞു മാറും. കാര്യം ദൈവത്തെയാണ് അവർ അവിശ്വസിക്കുന്നത്. പക്ഷേ വിശ്വസിച്ച് കഴിഞ്ഞാൽ കർത്താവ് എന്താ പറഞ്ഞത്? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം പ്രാപിക്കും. അതാണ് സംഭവം. ദൈവമഹത്വം പ്രാപിക്കണം എപ്പോഴും ബുദ്ധി കൊണ്ടല്ല. ബുദ്ധി കൊണ്ട് ഒരിക്കലും ദൈവമഹത്വം പ്രാപിക്കത്തില്ല. ലാസറിൻ്റെ ചീഞ്ഞ ശവകുടീരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് പ്രഖ്യാപിക്കുന്നൊരു വിഷയമുണ്ട്. നിൻ്റെ ബുദ്ധി കൊണ്ട് ഒരിക്കലും നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല, മറിച്ച് വിശ്വാസം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മാർത്താട് പറഞ്ഞത് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം പ്രാപിക്കുമെന്ന്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ദൈവമഹത്വം പ്രാപിക്കാൻ ആവശ്യമായ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് ഇങ്ങനെ ഒരു ക്ലേശകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രണ്ടാമത്തെ എന്താ, എളിമപ്പെടണം. എളിമപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, ഈ വലതുവശത്തെ കള്ളനാണ് പറയണത് എന്താണ്, അയാൾ എളിമപ്പെട്ട ഉടനെ. കാര്യം നമ്മൾ ഈ ശിക്ഷ അനുഭവിക്കുന്നത് നമ്മളുടെ കൈയിരിപ്പ് കൊണ്ടാണ്. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് പ്രയാസമായാലും അത് നമ്മളുടെ പാപത്തിന് പരിഹാരമായിട്ട് നമ്മളത് മാറ്റണം. അതാണ് നല്ല കള്ളൻ ചെയ്യണത്. അതുകൊണ്ട് കാഴ്ചവെക്കണം. അതിനകത്ത് നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുത്. നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യണത് ഇടതുവശത്തെ കള്ളനാണ്. വലതുവശത്തെ കള്ളന് നിരാശയും സങ്കടമില്ല. വലതുവശത്തെ കള്ളൻ അപ്പോഴും പറയണത് ഇത് നമ്മുടെ കൈയിരിപ്പ് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. അതിനെന്തിനാണ് ദൈവത്തെ കുറ്റം പറയണത്? അവൻ പരിശുദ്ധനാണ്, കുറ്റമില്ലാത്തവനാണെന്ന് പറയും. അത് ഭയങ്കരമായ ഒരു പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനത്തോടു കൂടി നല്ല കണ്ടലിൻ്റെ സമയത്തെ ദൈവം ചുരുക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? കർത്താവ് തിരിയാൻ പറ്റാത്തൊരു സമയമാണത്. കാര്യം ഒരു കൊട്ട മുൾക്കിരീടം തലയോട്ട് തുളച്ചകത്ത് കയറിയിട്ട് കറുത്ത ചോര കണ്ണിക്കൂടി ഒഴുകിയിട്ട് അവൻ വീണത് കാരണം മണ്ണും കപ്പി ഇരുന്നിട്ട് ശ്വാസവും പോയി അവൻ ഡീഹൈഡ്രേഷൻ ചെയ്ത ശരീരമാണ് കുരിശ കിടക്കണത്. ഈ വെയിൽ മുഴുവനും കൊണ്ട് 10 മണി തൊട്ട് വൈകുന്നേരം 12 മണി വരെ കുരിശ പിന്നെ കിടന്ന് 3 മണിക്കാണ് മരിക്കണത്. അപ്പോൾ ഈ സമയത്തെല്ലാം ഇവൻ്റെ ബോഡി ഡീഹൈഡ്രേറ്റഡാണ്. 6 മണിക്കൂറോളം ബോഡി, 9 മണിക്കൂർ ബോഡി ഡീഹൈഡ്രേറ്റഡാണ്. എന്നുവെച്ചാൽ ഉണങ്ങി വരഞ്ഞ് പ്രാകൃതമായിട്ട് ഇങ്ങനെ കണ്ണും തുറച്ചിരിക്കും. എന്നിട്ട് ഇവരിങ്ങനെ കുരിശരിങ്ങനെ കെട്ടുപോലെ കിടന്നിട്ടാണ് ഈ നല്ല കള്ളൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ ഇവനിങ്ങനെ പതുക്കെ ഇങ്ങനെ തിരിയും. ആ തിരിച്ചിൽ ധ്യാനിച്ചാൽ നമ്മുടെ തല തെറിച്ചു പോകും. കാര്യം ഈ അനുതാപം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരിച്ചിലുണ്ടല്ല, ഒരു 1.5 തിരിച്ചിലാണ്. കാര്യം ഇവൻ്റെ അവസ്ഥ 9 മണിക്കൂർ ഇവൻ ഡീഹൈഡ്രേറ്റഡാണ്. ഇവൻ്റെ തല രാത്രി മുഴുവൻ അടിച്ചും ചതച്ചും തമ്മട്ടി അടിച്ചും ചോര പോയും ഉറക്കമില്ലാതെ പ്രാകൃതമാണ്. ഇങ്ങനെ ബോഡിയും പോയി മൈൻഡും പോയി എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ഇങ്ങനെ മരണത്തോട് നിൽക്കുമ്പോഴാണ് യവൻ ഒരു അനുതാപം പറയണത്. ഈ അനുതാപം പറയുമ്പോൾ ദൈവം ഇങ്ങനെ തിരിഞ്ഞു വരുന്നത് കാണാം, ഒരു വല്ലാത്ത ഒരു തിരിച്ചിൽ. എന്നിട്ട് ഒരു വാക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, കർത്താവ് നോക്കിയാൽ തന്നെ അവൻ രക്ഷപ്പെട്ടേനും. പക്ഷെ അങ്ങനെയല്ല, കുറേ വാക്ക്
ആവതില്ലാണ്ട് പറയും, ഇന്ന് നീ എന്നോടുകൂടെ ഭയങ്കരമായ രീതിയിൽ സ്വീകരിക്കുകയാണ്. ആദ്യത്തെ പാപക്ഷമ മനുഷ്യന് കിട്ടിക്കഴിഞ്ഞു. മനുഷ്യരാശി അവൻ്റെ പാപത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ തിരുമരണത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ ഈ തിരിച്ചിലൂടെയാണ്. ആ നല്ല കള്ളനെന്ന് പറയുന്ന കക്ഷി ലോകത്തിലെ മുഴുവൻ പാപികളുടെ മനുഷ്യരാശിയുടെ ഏക പ്രതീകമാണ്. യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത് എന്ന് പറയുന്നതിന് പകരം അവൻ പറഞ്ഞത് അവൻ്റെ മേൽ കുറ്റമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. അവൻ കുറ്റമില്ലാത്തവനായിട്ടും ശിക്ഷിക്കപ്പെട്ടുവെങ്കിൽ ഞാൻ എൻ്റെ കുറ്റം കൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത്. അവൻ്റെ പാപത്തിന് പരിഹാരം അവൻ ചെയ്യുകയും കർത്താവിൽ അതിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഈ മനസ്സാന്തരത്തിലേക്ക് ദൈവം തിരിഞ്ഞു വരും. തിരിഞ്ഞു വന്നിട്ട് 3 കാര്യങ്ങൾ പറയും. ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ഇത് സമയച്ചുരുക്കവാ. കർത്താവ് അവൻ്റെ രക്തത്തിൽ ഉടമ്പടി ചെയ്തപ്പോൾ, ആ ഉടമ്പടിയിൽ ആ കള്ളം വിശ്വസിച്ചപ്പോൾ എങ്ങനെയാണ് സമയം ചുരുങ്ങിയതെന്ന് ബൈബിൾ പറഞ്ഞിട്ടാണ് കർത്താവ് മരിക്കണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. അപ്പം അനുതാപത്തിൻ്റെ ഒരു ആഘാതം ഭയങ്കരമാണ്. ഉടമ്പടി എടുത്ത വ്യക്തികൾ ഈ അനുതാപത്തിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടി പുതുക്കാൻ നിൽക്കരുത്. ഇവിടുന്ന് പുതുക്കി കിട്ടത്തില്ല. കൗൺസിലേഴ്സ്, സീനിയേഴ്സ് എല്ലാം ചോദിക്കുന്നത് നിങ്ങളുടെ അനുതാപ മേഖലയാണ് പരിശോധിക്കുന്നത്. അനുതാപ മേഖല എന്തുമാത്രം ആഴമുള്ളതാണ്, ഏതെല്ലാം മേഖലകൾ നിങ്ങൾ അനുതാപമായി. ഇപ്പോഴും നിങ്ങൾക്ക് വൈരാഗ്യമോ അഹങ്കാരമോ നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോഴും കുടുംബത്തിലുള്ള വ്യക്തികളുടെ മേൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങൾക്കുണ്ടായ ഈഗോ ക്ലാഷിൻ്റെ പേരിൽ ഇപ്പോഴും നിങ്ങൾ വ്യക്തികളുമായിട്ട് പഴയ ജഡിക മനുഷ്യൻ തന്നെയാണോ? എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത്, ഇപ്പോൾ പൗലോസ് അപ്പോസ്തലനൊരു വാക്ക് പറയേ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യണത്. അത് റോമ 7-ാം അധ്യായത്തിലാണ്, 7:9. റോമ 7:9. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യണത്. എന്നിട്ട് പൗലോസ് പറയുകയെ, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഞാനായിരിക്കത്തില്ല, എന്നിലുള്ള പാപമായിരിക്കുമെന്ന്. ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യണത്. അങ്ങനെ ചെയ്യണമെങ്കിൽ നന്മ ആഗ്രഹിക്കുകയും തിന്മ ആഗ്രഹിക്കുകയും ചെയ്യണമെങ്കിൽ എൻ്റെ അന്തരംഗത്തിൽ കർത്താവിൻ്റെ കൽപ്പന ഓർത്ത് ഞാനത് ആഹ്ലാദിക്കുന്നു, പക്ഷേ എൻ്റെ അവയവങ്ങളിൽ പാപത്തിൻ്റെ പിടിമുറുക്കുന്നു. എന്തോ രസം കേൾക്കാൻ. എൻ്റെ അന്തരങ്ങളിൽ കർത്താവിൻ്റെ കൽപ്പന ഓർത്ത് വചനമോർത്ത് ഞാൻ ആഹ്ലാദിക്കുന്നു, പക്ഷെ എൻ്റെ അവയവങ്ങളിൽ പാപം പിടിമുറുക്കുന്നുവെന്ന്. അതുകൊണ്ട് ഞാൻ നന്മ ആഗ്രഹിക്കുമ്പോഴും തിന്മയാണ് ചെയ്യണത്. അത് ഞാനല്ല, എന്നിലുള്ള പാപമാണെന്ന്. ഉടമ്പടി എതിരിക്കുന്ന മക്കൾ പശ്ചാത്താപത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ഈ ധ്യാനം നടക്കുന്നത്, അല്ലേ? അപ്പോഴേ നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ല, അതിന് പകരം ആഗ്രഹിക്കാത്ത തിന്മകൾ ചെയ്യുന്നതെങ്കിലേ രണ്ടും ആഗ്രഹമാണ്. ആഗ്രഹിക്കണം നന്മ ചെയ്യണില്ല, പക്ഷെ ആഗ്രഹിക്കാത്ത തിന്മകൾ വന്നു പോകണം ജീവിതത്തിലെ. എല്ലാവരുടെയും ചരിത്രം എടുത്താൽ അത് മനസ്സിലാകും. നിങ്ങൾ ചെയ്യണ പല തിന്മകളും നിങ്ങൾ ആഗ്രഹിക്കണതല്ല, അങ്ങനെ വന്നു പോണതാണ്. പല തിന്മകളും നിങ്ങൾ ആഗ്രഹിക്കണതല്ല, പക്ഷെ അങ്ങനെ വന്നുപോയി. ചില പറയില്ലേ, ഒരു ബലഹീന നിമിഷത്തിലെന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉള്ള ഈ സാഹിത്യ ഭാഷയും സീരിയലും ഒക്കെ അത് തന്നെയാണ്. ആഗ്രഹിക്കണ നന്മയല്ല അവർ ചെയ്യണത്, ആഗ്രഹിക്കാത്ത തിന്മകളാണ്. പൗലോസ് പറയും, ഇതെന്താണ്? ഇത് പാപമാണ്, ഞാനല്ല ഇത് ചെയ്യണത്, എന്നിലുള്ള പാപമാണ് ചെയ്യണതെന്ന്. ഇങ്ങനെ പാപം വന്നു കഴിഞ്ഞാൽ ഉടമ്പടി വരാൻ പോകുന്ന വിഷയം ഉൾവിചാരങ്ങളാണ് പാപമായിട്ട് മാറുന്നത്. തോന്നലുകൾ പാപമായിട്ട് മാറും. അതുകൊണ്ട് ബൈബിൾ 2 വാക്കാണ് ഉപയോഗിക്കുന്നത്. അവരുടെ അന്തർഗതം മനസ്സിലാക്കി ഈശോ അവരോട് പറഞ്ഞു,
എന്താ പറഞ്ഞത്? അന്തഛിദ്രമുള്ള രാജ്യം വീണു പോകും. അപ്പോൾ അന്തർഗതമാണ് പ്രശ്നം. അന്തഛിദ്രത്തിന് മുമ്പ് വരണം എന്താണ്? ഒരു ഹൗസിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ അന്തഛിദ്രം ഉണ്ടാകണ മുമ്പ് എന്താണ് വരണത്? അന്തർഗതമാണ് വരുന്നത്, തോന്നലുകളാണ് വരണത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സ്തുതിയുടെ മക്കളെ യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:25, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:25 എന്താ പറയണത്? അവരുടെ അന്തർഗതം മനസ്സിലാക്കി അവൻ അവരോട് പറഞ്ഞു, എന്താണ്? അന്തഛിദ്രമുള്ള രാജ്യം വീണു പോകും. അപ്പോൾ എവിടെയെങ്കിലും ഒരു അന്തഛിദ്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാകുന്നത് അന്തർഗതമാണ്, തോന്നലാണ്. ഇതാണ് വിചാരം കൊണ്ടുള്ള പാപം എന്ന് പറയണത്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, നമ്മളത് ചെയ്തില്ലല്ലോ, നമ്മളത് പറഞ്ഞില്ലല്ലോ, വേണ്ട, തോന്നിയാൽ മതി. ഇവിടെയാണ് പ്രശ്നം പറയണത്. നമ്മളത് പറഞ്ഞില്ലല്ലോ, നമ്മളത് ചെയ്തില്ലല്ലോ, അങ്ങനെ ചെയ്യണമെന്നോ പറയണമെന്നോ ഇല്ല. നാത്തൂൻ എനിക്കിട്ടൊരു പാരയാണല്ലേ വെച്ചിരിക്കണത് എന്ന് തോന്നിയാൽ മതി, നാത്തൂനെതിരെ പാപമായി. സംഭവം ഇത്രയേ ഉള്ളൂ. നാത്തൂൻ എനിക്കിട്ടൊരു പാരയാണല്ല പണിതിരിക്കണത്. എന്ത് പാരയാണ് പണിതിരിക്കണത്? അവരുടെ മാല കൊണ്ട് അവർ തൂക്കി വിറ്റ്. എന്താണ് തൂക്കി വയ്ക്കാൻ കാര്യം? അടുത്ത മാസം എൻ്റെ മകളുടെ കല്യാണമാണ്, ഞാനെങ്ങാനും ചോദിച്ചേക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അവരാ സാധനം തൂക്കി വിറ്റിരിക്കണത്. അപ്പോൾ ഒരു ഉള്ളിൽ വിചാരിച്ചാൽ മതി, സത്യമാകണം നിർബന്ധമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതുപോലെ മനുഷ്യൻ്റെ അന്തർഗതത്തിൻ്റെ പാപങ്ങൾ വരണത്. ഇപ്പോൾ ഒരു സ്ഥലം ഉടനെ അപ്പോൾ ചേട്ടൻ 5 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലം പെങ്ങളെ കെട്ടിക്കണം. പെങ്ങളെ കെട്ടിക്കണമെന്ന് പറയുമ്പോൾ അതിന് വീട്ടിൽ വളപ്പിൽ 10 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. അതിൽ 3 സെൻറ്റ് സ്ഥലം വിൽക്കണമെന്ന് അപ്പം മൂത്തവനോട് ചോദിച്ച്, എടാ എങ്ങനെടാ അവളെ കെട്ടിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ, കെട്ടിക്കണമല്ല, ഉള്ള സ്ഥലം വിൽക്കാവില്ല എന്ന് പറയും. അപ്പോൾ ഒരു കുഴപ്പമില്ല, അവനത് ഈസി ആയിട്ട് പറഞ്ഞതാണ്, വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ട്. അപ്പോൾ അനുജൻ വിറ്റ് കഴിയുമ്പോൾ വിചാരിക്കുക എന്നെ ഇവിടെ പൊറുപ്പിക്കാതിരിക്കാനാണ് ഈ ചേട്ടൻ അപ്പനെ കൊണ്ട് പെങ്ങളെ കെട്ടിക്കാനെന്ന വ്യാജേന ഈ സ്ഥലം വിറ്റിരിക്കണത്. അന്തർഗതമായ സംഭവം. അത് ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇവർ അന്തർഛിദ്ര പാപത്തിലാണ് നിൽക്കുന്നത്. കാര്യം ഒരു സാധനം ഷെയർ ചെയ്യാതെ വെക്കുന്നിടത്തോളം കാലം അത് നമ്മൾ തെറ്റായ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞതാണ്. ഈ അന്തർഗതം വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അധരങ്ങൾ സംസാരിക്കുന്നത് അങ്ങനെയാണ്. അന്തർഗതം വെച്ചാൽ അന്തർഗതമാണ് ഹൃദയത്തിൻ്റെ തികവെന്ന് പറയണത്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് മനുഷ്യൻ. അങ്ങനെ വചനമുണ്ട്, ശ്രുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് അവരുടെ അന്തർഗതം മനസ്സിലാക്കി എന്നുള്ള വചനം ഉൾവിചാരം 22:25 മത്തായി ശ്ലീഹായുടെ സുവിശേഷം. ഈ അന്തർഗതമാണ് ഹൃദയത്തിൻ്റെ തികവെന്ന് പറയണത്. അത് ഈ 12:34 വചനം മത്തായി ശ്ലീഹായുടെ സുവിശേഷം. ഈ മത്തായി ശ്ലീഹായുടെ 12 ഇതിൻ്റെ സ്റ്റെമ്മായിട്ട് വർക്ക് ചെയ്യണ ചാപ്റ്റർ. അതിൽ ഒന്ന് അന്തർഗതം 12:25, രണ്ടാമത്തത് 12:34 എന്താണ്? ഹൃദയത്തിൻ്റെ തികവ്. അപ്പോൾ ഒരു കാര്യം ഉടമ്പടിയിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു വിചാരം കൊണ്ടുള്ള പാപങ്ങൾ നിങ്ങൾ നോക്കണം. സാധാരണഗതിയിൽ വിചാരം, വാക്ക്, പ്രവൃത്തി ഉപേക്ഷ അങ്ങനെയാണ് പാപം വരണത്. പക്ഷെ അതിൻ്റെ അകത്ത് ഈ വിചാരം കൊണ്ടുള്ള പാപങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലരുടെ കുമ്പസാരത്തിൽ വിചാരം എന്ന് പറഞ്ഞ ഉടനെ ഞാനിങ്ങനെ സംഭോഗ ഇച്ഛയോടുകൂടി പുരുഷനെ നോക്കിയിട്ടുണ്ട്, സ്ത്രീയെ നോക്കിയിട്ടുണ്ട്. നമ്മുടെ വിചാരം എന്ന് പറയുന്ന ആൾക്കാരുടെ പാപം പറഞ്ഞ ഇതാ എന്ന് വെച്ചാൽ ലൈംഗികമായൊരു കാര്യമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, പാമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയണത്? അത് മൂർഖനല്ലല്ലോ. അണലിയുണ്ട്, 8 വീരനുണ്ട്, ഇല്ലേ? ചേനത്തണ്ടനുണ്ട്. വിഷപ്പാമ്പ്, മനുഷ്യൻ ചാകണ കുറേ പാമ്പുകളുണ്ട്. അപ്പം നമുക്ക് മൂർഖരെ കുറിച്ചാണ് നമ്മൾ പേടിക്കേണ്ടത്. എല്ലാത്തിനും ഇതിനെ പേടിക്കണമല്ലോ. ഇതുപോലെ നമ്മൾ വിചാരം എന്ന് പറയുമ്പോൾ ഉടനെ ലൈംഗിക വിചാരം എന്നാണ് പറയണത്. അതല്ല, അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ദുഷ്ടവിചാരങ്ങൾ കുറേ സാധനമുണ്ട്. നമുക്കിട്ടൊരു പാരയാണല്ല വെച്ചിരിക്കണത്. ഞാനിവിടെ പൊറുക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ചേട്ടൻ അപ്പനെ കൊണ്ട് ആ സ്ഥലം വിപ്പിച്ചത്. അപ്പം അങ്ങനെ വരുമ്പോൾ
ഇത് വിചാരമാണ്. ചിലപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല, ചേട്ടൻ അങ്ങനെ ചിന്തിച്ച് പോലും കാണത്തില്ല. അപ്പോൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ റോമ 7 വർക്കൗട്ട് ചെയ്യും, 7:29 വർക്കൗട്ട് ചെയ്യും. എന്താ പറയണത്? ഞാൻ ആഗ്രഹിക്കണ നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യണത്. അത് ഞാനല്ല, എന്നിലുള്ള പാപമാണ്. അപ്പോൾ എന്നിൽ പാപം, ഏറ്റുപറയാത്ത പാപങ്ങൾ കിടക്കുന്നിടത്തോളം കാലം ഇതുപോലെ അന്തഛിദ്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അന്തഛിദ്രങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായാൽ ഉടമ്പടി പാപം നിൽക്കുന്നിടത്തോളം കാലം ഉടമ്പടി കാര്യങ്ങൾ നടക്കാൻ താമസിക്കും. കാര്യം ഉടമ്പടി സമയം കൂടി ഭയങ്കര ബന്ധമാണ്. ഉടമ്പടിയും പശ്ചാത്താപവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ പുതിയ നിയമത്തിൽ പറയണത് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, ഇന്ന് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രാപിക്കും. അപ്പം ഈ സമയത്തെ ചുരുക്കണത് പശ്ചാത്താപമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സമയഘടികാരവുമായി ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ പശ്ചാത്തപിക്കണം. ദുരന്തത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള വലിയ സന്ദേശം നൽകിയ കൃപാസനം മാതാവേ, ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ഞാൻ പശ്ചാത്തപിച്ചുകൊണ്ട് അനുഗ്രഹത്തിന്റെ സമയ ചുരുക്കം പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. നമ്മുടെ ജീവിതത്തില് ഇതുപോലെ മരുഭൂമി അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ വീണ്ടും എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു സംഭവം നടക്കും. ഇപ്പം കടമാണെന്ന് വിചാരിച്ചോ, ഈ കടം ചിലപ്പോൾ അടുത്ത കൊല്ലമായിരിക്കും മാറാൻ പോണത്. അല്ലെങ്കിൽ വീട് ചിലപ്പോൾ നമുക്ക് 1.5 കൊല്ലം കഴിഞ്ഞായിരിക്കും കിട്ടാൻ പോണത്. പോയിട്ട് ചിലപ്പോൾ അടുത്തതിൻ്റെ പിന്നത്തെ എഴുത്തിനായിരിക്കും കിട്ടാൻ പോണത്. അപ്പോഴേ ഈ സമയം വരെ നമുക്ക് ജീവിക്കണ്ടേ, സങ്കടമില്ലാതെ ജീവിക്കണ്ടേ? ഇതിന് ഈ അനുതാപത്തിൻ്റെ കൂടെ പ്രാർത്ഥനകൾ കൂടി എളിമപ്പെട്ട് പ്രാർത്ഥന കൂടി വരുമ്പോൾ ദൈവം ഒരുതരം അഭിഷേകം തരും, സർവൈവ് ചെയ്യാനുള്ള, ആ വിഷയം സർവൈവ് ചെയ്യാനുള്ള അഭിഷേകം തരും. അച്ഛൻ മനസ്സിലായി നിങ്ങൾക്ക്? ഇപ്പം ആ ചേച്ചി വാടകയ്ക്ക് താമസിക്കുകയാണ്, സ്ഥലം വിറ്റ് മാറുന്നില്ല. ആ സ്ഥലം വിറ്റ് മാറുന്നവർ 6 മാസം അവർ സർവൈവ് ചെയ്തിട്ടുണ്ട്. 6 മാസം സർവൈവ് ചെയ്യുമ്പോൾ അവർ ഒരു കുഞ്ഞു പ്ലോട്ട് അവർക്ക് ഇന്നുവരെ വിൽക്കാത്ത വിറ്റിട്ട് കുറച്ച് കാശ് കിട്ടി, കുറച്ച് പിടിച്ചു നിന്നായിരുന്നവർ. അതായത് ഒരു ഇടക്കാല ആശ്വാസം ദൈവം തരും എന്ത് വിഷയത്തിലും. അപ്പോഴേ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെയാണ് ചില സമയത്ത് ഇടക്കാല ആശ്വാസം തന്നില്ലെങ്കിലും നിങ്ങളുടെ വിഷയത്തെ അതിൻ്റെ അഗ്നി നിങ്ങളെ ആഘാതം പൊള്ളിക്കാതെ രീതി കൊണ്ടുപോകും. അതിന് ആന്തരിക അഭിഷേകം എന്ന് പറയും. കടമുണ്ട്, പക്ഷേ പണ്ടത്തെ പോലുള്ള പേടിയില്ല. മനസ്സിലായില്ലേ? കടമുണ്ട്, പക്ഷേ പണ്ടത്തെ പോലെ പേടിയില്ല. രോഗമുണ്ട്, പണ്ടത്തെ പോലെ ഉത്കണ്ഠയില്ല. ഇതിന് ആന്തരിക അഭിഷേകം എന്ന് പറയണത്. ഇത് എളിമപ്പെട്ടിട്ട് പ്രാർത്ഥിച്ച് പശ്ചാത്താപം ചെയ്യുമ്പോഴാണ് ഇത് കിട്ടണത്. പറഞ്ഞ മനസ്സിലായ? ഒരു വ്യക്തി ആ പാപത്തിലെ ഒരു വിഷയത്തിൽ പശ്ചാത്താപം ചെയ്യുകയും ആ വ്യക്തി എളിമപ്പെട്ട് കഴിയുമ്പോഴാണ്, ഈ എളിമയും പശ്ചാത്താപവും കൂടി വരുമ്പോഴാണ് ഇവന് ആന്തരിക അഭിഷേകം കിട്ടണത്. കാര്യം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ നമ്മുടെ ബൈബിളിൽ ഒരു രസകരമായൊരു വചനമുണ്ട്. ഈ നിയമാവർത്തനമാണ് 8:4. അതായത് ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല. ഇത് ഭയങ്കര സംഭവമാണ്. ഇതാണ് അഭിഷേകം എന്ന് പറയുന്നത്. 40 സംവത്സരം എടുക്കും അവരെടുത്താൻ. പറഞ്ഞാൽ അതായത് ഇത് നിയമാവർത്തനം 8:4. ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല. പിതാവ് പുത്രന് എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവിൻ. ശിക്ഷണമെന്ന് പറയുമ്പോൾ പരിപാലന കൂടിയുണ്ട്. പരിപാലന കൊണ്ടേ
40 സംവത്സര സമയമുണ്ട്. ചില വിഷയങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. ഉടമ്പടി സമയച്ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ചില വിഷയങ്ങൾ അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. സമയമെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വാഴ കുലച്ചു, വാഴ വെച്ചു ഇല്ലേ? വാഴ കുലക്കണമെങ്കിൽ 6 മാസം എടുക്കും. അത് പഴുക്കണമെങ്കിൽ, ചില പടച്ചിയാണെങ്കിൽ 6 മാസം എടുക്കും. ചാരക്കാളി 6 മാസം, പൂവനാണെങ്കിൽ 4 മാസം, ഇങ്ങനെ ഞാലിപ്പൂവനാണെങ്കിൽ 4-5 മാസം. എൻ്റെ നാച്ചുറൽ ടൈമാണത്. ചില വിഷയങ്ങൾ നാച്ചുറൽ ടൈമുണ്ട്. അപ്പോൾ നാച്ചുറൽ ടൈം ഉണ്ടെങ്കിലും നമ്മൾക്ക് ഭയങ്കര തകർച്ചയും പ്രയാസവുമാണ്. അപ്പോൾ ഈ പിതാക്കന്മാർക്ക് 40 സംവത്സരം എടുത്താൽ മാത്രമേ ആ ഒരു വാഗ്ദാന നാട്ടിൽ എത്തത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഒരൊറ്റ ദിവസം കുറക്കാൻ പറ്റത്തില്ല അതിൻ്റെ നിന്ന്. പക്ഷേ ദൈവം എന്തു ചെയ്യും? ഈ 40 ദിവസം ആന്തരികാഭിഷേകം കൊടുക്കും. ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ല, ആന ചെരിഞ്ഞാലും 12,000, നിന്നാലും 12,000. പ്രാർത്ഥന നിങ്ങളത് ഡയറക്റ്റ് കേട്ടില്ലെങ്കിലും ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്ന മേഖലകളിൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. അതാണ് പറയണത്. എന്താ പറയണത്? ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല. ഞാൻ പണ്ടേ ഒരു തീരദേശ മാർച്ച് നടത്തിയായിരുന്നു. കേരളം തീരദേശം മധ്യവിപത്തമാക്കണമെന്ന് പറഞ്ഞ് 93 തിരുവനന്തപുരം വരെ നടന്നു. അമ്പലപ്പുഴ ചെന്നപ്പോൾ ആ സമരം തീർന്ന്. കാര്യം ആൻ്റണി അന്ന് മുഖ്യമന്ത്രിയായിരുന്നു. ഒരു തീരുമാനം എടുത്ത കാരണം ഞങ്ങൾ അവസാനിപ്പിച്ച് പിന്നെ വണ്ടിക്കാണ് പോയത്. ചരാൻ നിരോധിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഞാൻ പള്ളിത്തോട്ടിൽ നിന്നാണ് നടന്നത്. 3 ദിവസം കൊണ്ട് നടന്നിട്ടാണ് അമ്പലപ്പുഴ എത്തിയത്. ഭയങ്കര സ്വീകരണവും ഭയങ്കര സമരവും ഒക്കെ ആയിട്ട് സമരമുഖത്തിൽ നിന്നാണ് നടക്കുന്നത്. 10,000 നൂറുകണക്കിന് ആൾക്കാർ ഈ വഴിനീളെ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് തരാൻ, അഭിവാദനം അർപ്പിക്കാൻ വേണ്ടി. പക്ഷെ അത്രയും ശക്തമായിരുന്നു അന്നത്തെ സമര രീതികൾ. പക്ഷേ എൻ്റെ കാല് വിങ്ങിപ്പോയായിരുന്നു. എല്ലാ ദിവസവും നടന്നു കഴിഞ്ഞിട്ട് ഞാൻ പെങ്ങളുടെ വീട്ടിൽ വന്ന് ചൂടുവെള്ളത്തിൽ അമ്മച്ച് കുഴമ്പ് പുരട്ടി തന്നിട്ട് അവിടെ കാല് ആ വിങ്ങൽ മാറ്റിയിട്ടാണ് പിറ്റേ ദിവസം നടക്കുന്നത്. ഒരു ദിവസം നടന്നാൽ പോലും കാല് വിങ്ങിപ്പോവും. ഇവിടെ അതാണ് എനിക്ക് കാല് വിങ്ങൽ എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും. പിറ്റേ ദിവസം നടക്കാൻ പറ്റില്ല നമുക്ക്. ആ സ്ഥലത്താണ് ഇത് പറയണത്. ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകിപ്പോവുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല. ഇപ്പോൾ ഒരു ടൈം നിങ്ങളുടെ ജീവിതത്തിന് ഒരാവശ്യമുണ്ട്. ഒരു കല്യാണത്തിന് ഇത്ര സമയം ആവശ്യമുണ്ടെങ്കിൽ, കൊച്ചുണ്ടാകാൻ ഇത്ര സമയം ആവശ്യമുണ്ടെങ്കിൽ, ജോലിക്ക് കിട്ടാൻ ഇത്ര സമയം ആവശ്യമുണ്ടെങ്കിൽ, അതിൻ്റെ ആവയും പുകയും നിങ്ങളെ ഏൽപ്പിക്കാതെ ദൈവം ആന്തരികമായിട്ട് പൊതിയും. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ഫ്രീ ആവും. ആന്തരിക അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം ഫീൽ ഫ്രീ ആവും. അത് കുഴപ്പമില്ല, കർത്താവ് ചെയ്തോളൂ എന്ന് ഉള്ളിൽ കരുതും. ഇത് ഈ ആന്തരിക അഭിഷേകത്തിൻ്റെ ആൾരൂപമാണ് അമ്മ. അമ്മയ്ക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ഒരു ആന്തരിക അഭിഷേകങ്ങളുണ്ട്. അത് ദൈവം പിതാവിൻ്റെ മനസ്സനുസരിച്ച് ചെയ്യേണ്ട സമയത്ത് യുക്തമായി ചെയ്യും. കാരണം ദൈവത്തിൻ്റെ ഒരു നിലപാട് തന്നെ കർത്താവിൻ്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ ജനങ്ങൾ പറഞ്ഞത് അവനെല്ലാം നല്ലതുപോലെ ചെയ്യുന്നു. അതാണ് നല്ലതുപോലെ ചെയ്യണമെന്ന്. അത് ജനങ്ങൾ യേശുവിന് കിട്ടിയ ഒരു അനുഭവമാണ്. ജനങ്ങൾ കിട്ടിയ ഒരു യേശു അനുഭവമാണ്. എന്താണ്? 7:37 നമ്മൾ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം. അവനെല്ലാം നല്ലതുപോലെ ചെയ്യണം. അപ്പം നല്ലതുപോലെ അവൻ ചെയ്യും. നിൻ്റെ ജീവിതത്തിൽ നീ യേശുവായിട്ട് ഇടപെടുമ്പോൾ നീ ആദ്യം ഇങ്ങനെ വിശ്വസിക്കണം. എന്താണ്? യേശു എൻ്റെ ജീവിതത്തിലെല്ലാം നല്ലതുപോലെ ചെയ്യും. പക്ഷേ അത്രയുള്ള ഇടക്കാലം കർത്താവ് അത് ചെയ്യണ വരെയുള്ള സമയം എൻ്റെ കാല് വിങ്ങാത്ത, വസ്ത്രം മിഷിയാത്ത രീതിയിലുള്ള ആന്തരിക അഭിഷേകം കർത്താവ് നിനക്ക് തരും. ഉടമ്പടിയുടെ സാധ്യതകൾ ഭയങ്കരമാണ്. ഒരു കാര്യം നടക്കാൻ സമയമെടുത്താൽ ആ സമയം വരെ നിലനിർത്താനുള്ള നിലനിൽപ്പിൻ്റെ കൃപ നിനക്ക് തരും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. നിൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉടമ്പടി എടുത്ത വിഷയങ്ങൾ, ഉടമ്പടിയെ പ്രാർത്ഥന തുടരുന്നവരെയും എല്ലാവരെയും ഇപ്പോഴും പരിശുദ്ധം അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അച്ഛനീ വിഷയമെല്ലാം ഒരിക്കൽ കൂടി നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങളെ സമർപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ മനസ്സിൽ സ്തുതിക്കുകയും വിശ്വാസപ്രമാണം ചെല്ലുകയും ചെയ്തുകൊണ്ട് അമ്മ മാതാവ് ജീവനോടെ മധ്യസ്ഥം വഹിക്കുന്ന സമയത്ത് ദിവ്യകുർബാന ജ്വലിച്ചു നിൽക്കുന്ന ഈ ഖാനായിലെ കുടുംബാന്തരീക്ഷത്തിൽ അനുഗ്രഹ സമയത്ത് അതിശക്തമായി സ്തുതിക്കട്ടെ.
അതിശക്തമായ സ്തുതികളുടെ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 നല്ലവനായ ഈശോ ഒന്നും അസാധ്യമില്ലാത്തവനെ, ഈശോ എല്ലാം സാധ്യമായവനെ, നല്ലവനായ ഈശോ ഒന്നും അസാധ്യമില്ലാത്തവനെ, ഈശോ എല്ലാം സാധ്യമായവനെ. നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധനയും. കർത്താവ്, രോഗികളെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുതുകിലെ വേദനയുള്ളവരെ, മുതിൽ ഭാരപ്പെട്ടിരുന്നവരെ, മുതുക് കട്ടിയായിട്ടിരിക്കുന്നവരെ അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. ഇടത് കണ്ണിന് വേദനയുള്ളവരെ, ഇടത് കണ്ണിൻ്റെ താഴെയുള്ള പോളയ്ക്ക് വിങ്ങലുള്ളവരെ നീ അവരെ സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നു. ഓരോ മകൻ്റെയും മകളുടെയും ശിരസിൽ നിന്റെ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയേണ്ടത് പ്രാർത്ഥിക്കുന്നു. മാരകരോഗങ്ങളെ തീരാവേദികളെ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഈ നിമിഷം കർത്താവ് തൊട്ട്, കർത്താവ് സ്പർശിച്ച് അവർക്ക് സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയും സമയച്ചുരുക്കവും അനുഗ്രഹവും തമ്മിലുള്ള ബന്ധത്തിലെ പശ്ചാത്താപത്തിനുള്ള ഒരു സ്ഥാനമാണ് ഇന്ന് കർത്താവ് ശുശ്രൂഷ നൽകിയത്. അതുകൊണ്ട് കത്തോലിക്കരായിട്ടുള്ളവരും അതുപോലെ തന്നെ CSIക്കാർ, അതുപോലെ തന്നെ മാർത്തോമൈസ്, ഓർത്തഡോക്സ്, യാക്കോബൈസ്, അങ്ങനെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ഉള്ളവരെല്ലാവരും അവരുടെ സഭ നൽകുന്ന പാപക്ഷമ സ്വീകരിക്കാൻ ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. കുമ്പസാരിക്കാൻ കിട്ടുന്നവരെ കുമ്പസാരിച്ച് തന്നെ പാപക്ഷമ സ്വീകരിക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിലല്ല ജീവിക്കണമെങ്കിൽ അനുതാപപ്പെട്ടുകൊണ്ട് പാപത്തെ വെറുത്തുപേക്ഷിക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, ജോലി, വീട്, വിവാഹം, കുഞ്ഞുങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, കുടുംബത്തിൻ്റെ സാമ്പത്തിക കടങ്ങൾ, കുടുംബത്തിൻ്റെ കലഹങ്ങൾ, കുടുംബത്തിൻ്റെ തകർച്ച, ജോലിയുടെ കിട്ടാത്ത അവസ്ഥകൾ, വിദേശ ജോലിക്ക് ശ്രമിക്കുക, പരീക്ഷ, അതുപോലെ തന്നെ ഉള്ള വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കൈകൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. നല്ലവനായ ഈശോയെ, ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ വലിയ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീട് ഇല്ലാത്തവർ, കർത്താവെ, വാടക താമസിക്കുന്നവർ, സാമ്പത്തിക ബാധ്യതയുള്ളവർ, കുടുംബത്തിൽ കലഹമുള്ളവർ, കുടുംബത്തിൽ പിരിയാൻ വിവാഹ മോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ, മക്കൾ ഇല്ലാത്തവർ, ഉള്ള മക്കൾക്ക് പാപകരമായ അവസ്ഥ അകപ്പെട്ടിരിക്കുന്നവർ, ഭക്തിയില്ലാത്ത മക്കൾ, കുടുംബത്തിലെ വേദന അനുഭവിക്കുന്ന ഓരോ തരത്തിലുള്ള പരീക്ഷ ചെയ്യുന്നവർ, അതിൻ്റെ വിജയത്തെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവർ, റിസൾട്ട് വരാൻ കാത്തിരിക്കുന്നവർ, വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവർ, വിശുദ്ധത്തിൽ തിരിച്ചു പോരാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് പലതരത്തിലുള്ള അബ്സ്കോണ്ടിങ്, വിത്തുകളുണ്ടായിട്ടുള്ള രേഖകളിൽ അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവർ, വിഷമം അനുഭവിക്കുന്നവരെല്ലാം കർത്താവ് ഉടമ്പടി എടുത്തിരിക്കുന്നവർ, അവിടെ സഹനങ്ങൾ, സങ്കടങ്ങൾ സന്തോഷത്തിൻ്റെ സാക്ഷ്യമായി മാറാൻ ഈ നിമിഷം അമ്മ മധ്യസ്ഥം വഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മുട്ടനിക്കുക. സമാപന ആശീർവാദമാണ്. മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾ ഉടമ്പടി വിഷയങ്ങൾ ഉടമ്പടി ചെയ്യാനിരിക്കുന്നവർ, ഉടമ്പടി ചെയ്തവരും, ഓൺലൈനിൽ ഇപ്പോഴും ആരാധന കൂടിക്കൊണ്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുന്ന സമയമാണ്. കർത്താവ് അനുതാപത്തിൻ്റെ വലിയ മേഖലകൾ കർത്താവ് വെളിപ്പെടുത്തിയായിരുന്നു. പശ്ചാത്താപത്തിൻ്റെ ആവശ്യത വ്യക്തമാക്കിയായിരുന്നു. എങ്ങനെയാണ് കൃപാസം മാതാവും പശ്ചാത്താപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് സമയച്ചുരുക്കം ഉണ്ടാക്കുന്നത്, അതിന് അനുതാപവും പശ്ചാത്താപവും എന്തുമാത്രം സഹായിക്കുന്നു, അങ്ങനെയുള്ള വലിയ സ്വർഗീയ അടയാളങ്ങളാണ് ദൈവ മനസ്സാണ് വെളിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ധ്യാനം ഇപ്പോൾ തീരുമ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിട്ടാണ് തീർച്ചയായിട്ടും ആശീർവാദം നൽകുന്നത്. മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ, അടിയന്തരമായ വിഷയമുണ്ടെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കുക. എപ്പോഴും പ്രാർത്ഥിക്കാൻ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. എളിമപ്പെടാൻ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക.
ഓൺലൈൻ ചെയ്തിരിക്കുന്നവർ ഉടമ്പടി പ്രകാരം ഇപ്പം തന്നെ നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടുകൾ ഫേസ്ബുക്കിലായാലും ഫേസ്ബുക്ക് പേജിലായാലും യൂട്യൂബിലായാലും ഇപ്പോൾ തന്നെ ഒരു സ്വർഗസ്ഥനായത് നന്മ നിറഞ്ഞവരെയും ചൊല്ലി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടാൻ നിങ്ങളുടെ ഈ സുവിശേഷ പ്രവർത്തനം ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് ഒരു സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ ചൊല്ലിക്കൊണ്ട് നമ്മളിപ്പോൾ ഷെയർ ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ കൂടി ചെയ്ത് നമുക്ക് ചൊല്ലിയിട്ട് മാതാവിന് നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനം ഏൽപ്പിച്ചുകൊണ്ട് ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പറയും, മാതാവ് ഞാനിത് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇത് ഷെയർ ചെയ്യുന്നവർ എത്ര നിരീശ്വരവാദികളായാലും ദൈവമായിട്ട് ബന്ധമില്ലാത്ത കുടുംബപ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളായാലും ഇത് കാണുന്നവരെ ദൈവത്തെ അനുഭവിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞു പറയുമേ. സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഇപ്പം തന്നെ അത് ഈ ശുശ്രൂഷ മുഴുവൻ ഷെയർ ചെയ്തോളൂ. ഇത് ഷെയർ ചെയ്യാനുള്ള സമയം കർത്താവ് ഞങ്ങളിപ്പോൾ ഷെയർ ചെയ്യാൻ, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുവാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും സുവിശേഷം ആകാനും സുവിശേഷമേകാനും വേണ്ടി കർത്താവ് ഞങ്ങളെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. ഈ വിഷയം ഷെയർ ചെയ്ത് കാണുന്ന വ്യക്തികളെല്ലാം അനുതാപത്തിൽ നിറയാൻ ഇടയാക്കണമേ. അവരെല്ലാവരും വന്ന് ഉടമ്പടി ചെയ്ത് അവർ വിശുദ്ധി പ്രാപിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാവരെയും സാക്ഷികളായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. 1 മണിക്കൂറിന് 10 പേരെയാണ് ഇപ്പോൾ കൃപാസനത്തിലൂടെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. അത് 1 മണിക്കൂറാണ്. ആ 10 പേര് വന്ന് ഉടമ്പടി ചെയ്തു. ഒരു സമയമാണ് 10 പേര്. ആ 10 പേര് വന്ന് ഉടമ്പടി പുതുക്കുകയോ അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യുകയോ ചെയ്ത് കഴിയുമ്പോൾ അവർ പുറത്തോട്ടിറങ്ങും. അപ്പോൾ നേരത്തെ ഞങ്ങൾ വരുന്നവർക്കെല്ലാം അടുത്ത മണിക്കൂറിനുള്ള ചീട്ട് കൊടുത്തേക്കും. അവിടെ ചീട്ട് അവർ ഏത് സമയത്താണ് കൃപാസനത്തിൽ വരേണ്ടതെന്ന് അവർക്ക് ചീട്ട് കുടിച്ചേക്കും. 11 മണി. അപ്പോൾ 10 മണിക്കുള്ളവർ ഇറങ്ങുമ്പോൾ 11 മണിക്കുള്ളവർ കവാടത്തിൽ റെഡിയായി നിൽക്കും. ആ 10 പേര് ഉടനെ കയറ്റും. അവർ ക്ലാസ് എടുക്കും, അവിടെ കൗൺസിലിംഗ് നടത്തും. അവർ ഉടമ്പടി ചെയ്തിട്ട് 11 മണിക്ക് അവരെ പുറത്തിറക്കും. അപ്പോഴുടനെ 12 മണിക്ക് ആൾക്കാർ കയറും. അങ്ങനെ 5 മണി വരെയാണ് ശുശ്രൂഷ. 4 മണി കൊണ്ട് എല്ലാം ശുശ്രൂഷകളുടെ നമ്പറെല്ലാം കൊടുത്ത് തീരും. 5 മണി വരെ ഇതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടാകും. ആൾ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് 6 മണിക്കാക്കും. പിന്നെ ആൾ കൂടിയാൽ 7 മണിക്കാക്കും. കാര്യം 7 മണി വരെയൊക്കെ ശുശ്രൂഷ ചെയ്യുന്നതിന് കുഴപ്പമില്ല. 10 പേരെ മാത്രമേ. ഇനി സർവകക്ഷി യോഗത്തിൽ എന്തോ തീരുമാനം എടുത്തിട്ടുണ്ട്. കളക്ടർ അത് ഓൺലൈനുമായിട്ട് കൃപാസനത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴേ ഓൺലൈനിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇങ്ങോട്ട് കയറുമ്പോഴേ. അപ്പോൾ അതൊരു തീരുമാനമുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. കൃപാസനത്തിൽ എത്ര പേരെ ഉൾക്കൊള്ളാൻ പറ്റും. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തന്നെ ഏതാണ്ട് 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 ഹോളുകളുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിൻ്റെ 4 ഹോളുകളുണ്ട്. 700 സ്ക്വയർ ഫീറ്റിൻ്റെ 2 ഹോളുണ്ട്. അപ്പോൾ 8 ഹോളുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ 8 ഹോളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 10 പേരെ വെച്ച് ഓരോ ഹോളിലും കയറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഗവൺമെൻറ് അനുവദിച്ചാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. കാര്യം ഇവിടെ 32 സ്റ്റാഫ് കൃത്യമായിട്ട് കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ട് ആൾക്കാരെ കൃത്യമായിട്ട് പരിചരിക്കുന്നുണ്ട്. അതിൻ്റെ സാനിറ്റേഷനും മാസ്കും എല്ലാം കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ്, ഹൈജീനിക്കായിട്ടാണ് സംഭവം ചെയ്യണത്. നിങ്ങൾ 10 പേര് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഹോള് മുഴുവൻ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കൃത്യമായിട്ടാണ്, ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ഈ വിഷയം ചെയ്യണത്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് പുതിയ തീരുമാനം എന്തെങ്കിലും വരികയാണെങ്കിൽ നാളെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരത് കാണാൻ വേണ്ടി മാക്സിമം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 2 സാക്ഷ്യങ്ങൾ വീതം ഇടുന്നുണ്ട്. പിന്നെ 24 മണിക്കൂറും പ്രീമിയറായിട്ട് സാക്ഷ്യം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാക്ഷ്യമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്തേക്കണം. നിങ്ങൾക്കൊരു മുടക്കമില്ല. കാര്യം ദൈവത്തെ അറിയാത്ത ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസം കുറവുള്ളവരുടെ ആൾക്കാരുടെ അവിടെ എല്ലാം ഇത് നിങ്ങൾ സുവിശേഷമായിക്കൊള്ളണം. അപ്പം അത്ര മനോഹരമായി ദൈവം, അതായത് അമ്മ ഇറങ്ങി നിന്ന് ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ അത് കാണുന്ന നമ്മൾ മാത്രമേ കാണരുത്. അപ്പം തന്നെ നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാം കാണാൻ വേണ്ടി ആവേശത്തോടെ ഷെയർ ചെയ്യണം.
ചില ആൾക്കാർക്ക് കൂട്ടുകാരോടൊക്കെ ഞാനിങ്ങനെ ദൈവവിശ്വാസിയാണെന്നൊക്കെ പറയാൻ ഭയങ്കര ഉളുമ്പാണ്. അതുതന്നെയാണ് ദൈവത്തിനെ ഏറ്റുപറയാത്ത അവസ്ഥ. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ വിശ്വാസിയാകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ 10:32 അനുസരിച്ചുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയുന്നവരെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഉടമ്പടിയിൽ ദൈവം നിങ്ങളെ ഏറ്റുപറഞ്ഞാൽ നിങ്ങളുടെ കാര്യം എല്ലാം സാക്ഷ്യം പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ചമ്മാതെ ചലിക്കാതെ ചളിപ്പ് കാണിക്കാതെ കിട്ടണ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യണം. ഇപ്പോൾ കൃപാസനത്തെ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അല്പ ക്രിസ്ത്യാനികളുണ്ട്. എന്താ കാര്യം? അവർ വിചാരിക്കണം, അയ്യോ ഞാനും വലിയ ആത്മീയ ജീവിയായിട്ട് വല്ലൊരു അറിഞ്ഞാൽ എനിക്ക് കുറച്ചിലല്ലേ. അപ്പോൾ അത് ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയുടെ കരുതന കൊണ്ട് അവർ അത്തമ വികാരങ്ങൾ കേൾപ്പിക്കപ്പെടുമെന്ന് റോമ 1:29 പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃപാസനത്തിൻ്റെ എന്ത് കിട്ടിയാലും നിങ്ങൾ അപ്പം തന്നെ ഷെയർ ചെയ്യണം. അതനുസരിച്ച് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കാര്യം എന്താണ്? ആ ദൈവത്തെ അംഗീകരിക്കണം. നമ്മൾ ദൈവത്തെ അംഗീകരിച്ചാണ് ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ദൈവത്തെ അംഗീകരിക്കുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അപ്പോൾ സുവിശേഷ പ്രവർത്തനമാണ് ലക്ഷ്യം നമ്മളെ. അപ്പം അതുകൊണ്ട് ആരും എൻ്റെ അടുത്ത് യാതൊരു ചുളിപ്പും കാണിക്കേണ്ട. കൃപാസനത്തിൻ്റെ ലക്ഷ്യം സുവിശേഷം അറിയാത്തവരെ അറിയിക്കുക തന്നെയാണ്. യേശുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ അതിൽ ആഴപ്പെടുത്തുക. അതിന് മതം മാറ്റമോ ജ്ഞാനസ്ഥാനമോ അങ്ങനെ ഒരു കേസ് കെട്ടുമില്ല. കർത്താവിനെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങൾ അനുഭവിച്ച യേശുവിനെ ഞങ്ങൾ നിങ്ങളുടെ ഒരു സങ്കടകാലത്ത് നിങ്ങൾക്ക് പകർന്നു തരും. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അത് മതം മാറ്റമൊന്നുമല്ല. കർത്താവിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് രോഗം സൗഖ്യപ്പെടുകയാണെങ്കിൽ അത് മനുഷ്യരോടുള്ള സ്നേഹമാണ്. മനുഷ്യരോടുള്ള സ്നേഹമാണ് ഞങ്ങൾ കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ പേരിൽ. അല്ല വേറെ അതിൻ്റെ അകത്ത് ആരും ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ഒരു കഥയുമില്ല. ഞാനത് നേരിട്ട് പറഞ്ഞതെന്നേ മാത്രമേ ഉള്ളൂ എൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ. അതുകൊണ്ട് നിങ്ങൾ മതം മാറ്റമാണ് അങ്ങനെയുള്ള യാതൊരു ശങ്കയും നിങ്ങൾക്ക് വേണ്ട. കാര്യം ഞങ്ങൾ പക്ഷേ ക്രിസ്തുവിനെ പറയും. കാര്യം ക്രിസ്തു ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനാണ് ഞാൻ പറയണത്, അല്ല നാട്ടുകാരനുഭവിച്ച ക്രിസ്തുവിനെ അല്ല. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അനുഭവങ്ങളുണ്ട്. ആ സാക്ഷി വിട്ട് തരും. നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് സാക്ഷ്യത്തോടാണ്. നിങ്ങൾ സാക്ഷ്യത്തോടെ ഫൈറ്റ് ചെയ്യണം. ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ പറയാൻ ഒരു വ്യക്തിക്ക് ധൈര്യമായിട്ട് കോഴിക്കോട് നിന്ന് കാശും മുടക്കി ഇവിടെ വരികയാണ് നേഴ്സ്. വേറെ എന്തിനാ വന്നെന്ന് ചോദിച്ചാൽ പറയുമ്പോൾ സാക്ഷ്യം പറയാൻ വന്നതാണെന്ന്. അവർക്ക് എന്നാ 1500 രൂപ മുടക്കി ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വരണത്? അത് അവരുടെ കിട്ടിയ അനുഭവങ്ങളാണ്. അനുഭവം കിട്ടിയവൻ അത് വെച്ചുകൊണ്ടിരിക്കത്തില്ല. അത് ഹോട്ട് പൊട്ടറ്റോ പോലെയാണ്, നമ്മുടെ കൈ ഇരിക്കത്തില്ല, അങ്ങനെ അടുത്ത ആളിനെ കൊടുക്കും നമ്മൾ. അപ്പം അതുപോലെ തീവ്രതയോടുകൂടി യേശുവിനെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവം നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് വ്യക്തമാവും. ദൈവം നിങ്ങളിൽ മഹത്വപ്പെടും. ദൈവം നിങ്ങളിൽ മഹത്വപ്പെടട്ടെ. നിങ്ങളും കർത്താവിൻ്റെ സാക്ഷികളാകട്ടെ. ഉത്ഥാനത്തിൻ്റെ ഈ കാലയളവിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും. കർത്താവിന് സാക്ഷികളാകും. ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കളും കർത്താവെ ഞാൻ നിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അഭിഷേകത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഉടമ്പടി നിയോഗങ്ങൾ ദിവികാരണീശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ.